കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ഡെവോസ് മലയാളത്തിലെ മറ്റൊരു മന്ത്ലി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെഷൻ അഷ്യൂർ ക്യൂബർനറ്റീസിന്റെ നെറ്റ്വർക്കിംഗ് ആണ്. നമുക്ക് ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സിജോ ജോൺ ആണ്. സിജോ ജോണിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മറ്റൊരു മനോഹരമായിട്ടുള്ള സെഷനായിട്ടാണ് സിജോ വന്നിരിക്കുന്നത്. അഷ്യൂർ ക്യൂബർനറ്റീസിന്റെ നെറ്റ്വർക്കിങ്ങിൽ 0 to Hero എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി സീരീസിലാണ് സെഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മന്ത്ലിയാണ് ഓരോ ടോപ്പിക്കുകൾ എടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് AKS നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് കോർ നെറ്റ്വർക്കിംഗ്, നോഡ് നെറ്റ്വർക്കിംഗ്, കണക്ടിവിറ്റി ടു IP സെർവർ, ഇൻഗ്രസ് ഇൻ ട്രാഫിക് ഇൻ AKS, egress ട്രാഫിക് ഇൻ AKS, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഇൻ AKS തുടങ്ങിയ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. അപ്പോൾ സിജോനെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ എല്ലാ അറ്റൻഡീസിനെയും വെൽക്കം ചെയ്യുന്നു. സിജോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. ഇന്നത്തെ ടോപ്പിക് കുറച്ച് ലെങ്തി ആണ്. 0 to Hero നമുക്ക് 1 hour ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് പറയുന്നത്. AKS നെറ്റ്വർക്കിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ കുബർനെറ്റീസ് നെറ്റ്വർക്കിങ്ങിനെ പറ്റി പറയണം, ക്യൂബർനെറ്റീസ് ഇൻ ജനറൽ പറയണം, അഷ്യൂറിനെ പറ്റി പറയണം, ജനറൽ നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ്സ് പറയണം. സോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എളുപ്പത്തിൽ അത് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ വിസിബിൾ ആണ്. ഓക്കെ. സ്ക്രീനിന്റെ വലിപ്പം ഒക്കെ ആണല്ലോ അല്ലേ? അതെ, കറക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു. സോ 1 hour സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതാണ്. അത് വേറൊരു സെഷനായിട്ട് എടുക്കാം എന്ന് വിചാരിക്കുന്നു. സോ ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒരു ബേസിക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റിയാണ്. പക്ഷെ ഈ പിക്ചറിലൂടെ ഞാൻ ഓവർ ചെയ്യുന്നില്ല. ഞാൻ വേറൊരു പിക്ചറിലോട്ട് പോവാം. ഓക്കെ, ഇതും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ 0 to Hero സെഷൻ ആയതുകൊണ്ട് വളരെ ബിഗിനർ ലെവലിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഒന്ന് റിഫ്രഷ് ചെയ്യും. മേ ബി എല്ലാവർക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. സോ അതിന്റെ ബേസിക്സ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് കുബർനെറ്റീസ് നെറ്റ്വർക്കിലോട്ട് പോകും. സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു IP അഡ്രസ് സ്പേസ് ഉണ്ടാവും. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10.0.0.0/16 എന്ന് പറയുന്ന IP അഡ്രസ് സ്പേസ് ഉണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ. അവിടെ കുറച്ച് ഡിവൈസസ് ഉണ്ട്. അത് കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ് ആവാം, IP ഫോൺ ആവാം, പ്രിന്റേഴ്സ് ആവാം. ഓക്കെ, ഈ ഡിവൈസസ് എല്ലാം ഒരു ഡിവൈസിന്റെ സഹായത്തോടുകൂടി തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ ഒരു സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒരു LAN നെറ്റ്വർക്ക് എന്നുള്ളത്. ഇതൊരു ഫ്ലാറ്റ് നെറ്റ്വർക്ക് ആണ്. ഇതിന് അഡ്വാൻസ് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഈ സെറ്റപ്പിന്റെ അഡ്വാൻസ് ലെവലിലുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ വളരെ ജനറൽ ആയിട്ട് ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് എല്ലാം ഒരു സ്വിച്ചിന്റെ ഹെൽപ്പോട് കൂടിയാണ് കണക്ട് ആയിട്ടുള്ളത്. ഈ സ്വിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിന്റെ ഓരോ ഇന്റർഫേസിലും കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിന്റെ MAC അഡ്രസ് ലേൺ ചെയ്ത് ഒരു ടേബിൾ ഫോം ചെയ്ത് വെക്കും. അതിന്റെ ഇന്റർഫേസ് 1 കണക്ട് ചെയ്തിരിക്കുന്നത് ഇന്ന MAC അഡ്രസ് ഉള്ള ഡിവൈസ് ആണ്. ഇന്റർഫേസ് 2 ഇന്ന MAC അഡ്രസ് ആണ്. ഈ MAC അഡ്രസ് ടേബിളിന്റെ സഹായത്തോടു കൂടി സ്വിച്ച് ഈ ഡിവൈസസ് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യും. അതുകൊണ്ടാണ് സ്വിച്ച് ലെയർ 2 വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പറയുന്നത്. നമ്മൾ VLAN എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ലെയർ 3 സ്വിച്ചുകളുണ്ട്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. ഇൻ ജനറൽ ഒരു ജനറൽ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു നെറ്റ്വർക്ക് ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 192.168.0.0/16 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്. അവിടെയും കുറച്ച് ഡിവൈസസ് ഉണ്ട്.
ഒരു സ്വിച്ച് വെച്ചിട്ട് ഈ ഡിവൈസസ് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ലാൻ നെറ്റ്വർക്ക് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് ആണ്. ഈ രണ്ട് അഡ്രസ് സ്പേസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റൗട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. ഈ റൗട്ടറിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. റൗട്ടറിന്റെ ഉള്ളിൽ ഒരു സെറ്റ് ഓഫ് റൗട്ടിംഗ് റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്. 192.168.0.0 നെറ്റ്വർക്കിലോട്ട് പോകണമെങ്കിൽ റൗട്ടറിന്റെ ഏത് ഇന്റർഫേസ് വഴി ട്രാഫിക് കടത്തി വിടണം. ഇനി റൗട്ടറിന് അറിയാത്ത ഒരു നെറ്റ്വർക്കാണ് വരുന്നതെങ്കിൽ അത് എങ്ങോട്ട് സെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ റൗട്ടിംഗ് റൂൾസിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റൗട്ടറിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഫിൽറ്ററിംഗ്, ട്രാഫിക് ഫിൽറ്ററിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് വിളിക്കും, അതിനെ കുബർനെറ്റീസിലെ നെറ്റ്വർക്ക് പോളിസി എന്ന് വിളിക്കും. പലതരത്തിൽ ഈ പോളിസി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫിൽറ്ററിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വിച്ച് ലെവലിൽ അത് ചെയ്യും. അപ്പം ഇവിടെ ഇരിക്കുന്ന രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി നമുക്ക് ഫിൽട്ടർ ചെയ്യണം അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ റൂൾ എഴുതിക്കൊണ്ട് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇവിടെ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന്, ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മുടെ വീട്ടിൽ മോഡം ഒക്കെ ഇരിക്കുന്നുണ്ടാവും. മോഡത്തിന് ഒരു പബ്ലിക് IP ഉണ്ട്. പബ്ലിക് IP, ആ പബ്ലിക് IP വെച്ചിട്ടാണ് ഇന്റർനെറ്റിലോട്ട് ഈ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ ചെയ്യുന്ന ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഫയർവാൾ എന്ന് പറയുന്ന ഡിവൈസ് ഒരു ലെയർ 7 ഇന്റർസെപ്ഷൻ ഉള്ള ഡിവൈസ് ആണ്. ലെയർ 7 ട്രാഫിക്കിനെ ഫിൽട്ടർ ചെയ്യണം, എന്ത് ട്രാഫിക് കടത്തി വിടണം, എന്ത് ട്രാഫിക് ബ്ലോക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു. അപ്പൊ ഇങ്ങനെയാണ് ഇന്റർനെറ്റിലോട്ടുള്ള കണക്ഷൻ ഈ നെറ്റ്വർക്കിന് കിട്ടുന്നത്. ഇവിടെ ഒരു കോൺസെപ്റ്റ് നടക്കുന്നുണ്ട്. ഈ ഫയർവാളിൽ നിങ്ങളുടെ പ്രൈവറ്റ് IP അഡ്രസ്സിനെ പബ്ലിക് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് NAT എന്നാണ് പറയുന്നത്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. സോ ഇതാണ് ഇൻ ജനറൽ ഒരു ഓവറോൾ നെറ്റ്വർക്കിംഗിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ലെഫ്റ്റ് സൈഡിൽ DNS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IP to name റെസൊല്യൂഷനും നെയിം ടു IP റെസൊല്യൂഷനും നടത്തുന്ന ഒരു സർവീസ് ആണ് DNS. DHCP IP അഡ്രസ് സ്പേസിൽ നിന്ന് IP പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ബേസിക് നെറ്റ്വർക്കിംഗ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കുബർനെറ്റീസ് നെറ്റ്വർക്കിംഗ് പഠിച്ചത് എങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. കുബർനെറ്റീസിന്റെ ഉള്ളിലെ നെറ്റ്വർക്കിങ്ങിനെ നമ്മൾ കാണുന്നത്, എനിക്കത് ഇനീഷ്യലി നോക്കിയപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പൊ ഞാൻ ഏത് മെത്തേഡിലാണ് ഞാനത് പഠിച്ചതെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ബേസിക്സ് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് ഡിവൈസും കൂടി ഉണ്ട്. ലോഡ് ബാലൻസർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 3 വെബ് സെർവേഴ്സ് റൈറ്റ് സൈഡിൽ 3 വെബ് സെർവേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ 3 വെബ് സെർവേഴ്സിലോട്ടും ട്രാഫിക് ഇക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു വെബ് സെർവർ ഡൗൺ ആയാലും ബാക്കി 2 വെബ് സെർവറിലോട്ട് ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡൗൺ ആയിട്ടുള്ള ഔട്ടേജ് സംഭവിച്ചിട്ടുള്ള സെർവറിലോട്ട് ട്രാഫിക് സെൻഡ് ചെയ്യരുത്. അപ്പൊ ഇതിനായിട്ടാണ് നമ്മൾ ലോഡ് ബാലൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ലോഡ് ബാലൻസർ 2 ടൈപ്പ് ഉണ്ട്. ലെയർ 4 വർക്ക് ചെയ്യുന്നതും ലെയർ 7 വർക്ക് ചെയ്യുന്നുണ്ട്. ലെയർ 7 വർക്ക് ചെയ്യുന്ന ട്രഡീഷണൽ ലോഡ് ബാലൻസേഴ്സിനെ ആപ്ലിക്കേഷൻ ഡെലിവറി കൺട്രോളേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഡയറക്ട്ലി ഒരു പബ്ലിക് IP അഡ്രസ് അസൈൻ ചെയ്ത് നമുക്ക് ഒരു റിവേഴ്സ് പ്രോക്സി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷനെ ഇന്റർനെറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വെബ് സർവീസിനെ ഇന്റർനെറ്റിൽ നിന്ന് ഡയറക്ട്ലി ആക്സസ് ചെയ്യാനായിട്ടും ഉപയോഗിക്കും. അപ്പൊ ഇവിടെ റിവേഴ്സ് NAT ആണ് സംഭവിക്കുന്നത്. പബ്ലിക് IP-യിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന ട്രാഫിക്കിനെല്ലാം പ്രൈവറ്റ് IP-യിലോട്ട് കൺവേർട്ട് ചെയ്ത് ഫോർവേഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ജനറൽ കോൺസെപ്റ്റ്. നിങ്ങൾ ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാൻ നമുക്ക് ഇതിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ ചില കോൺസെപ്റ്റ്സ് പറഞ്ഞിട്ടുണ്ട്. സ്വിച്ചിങ്, റൗട്ടിംഗ്, NAT. ഓക്കെ, ഈ ഒരു ഐഡിയ എപ്പോഴും കീപ്പ് ചെയ്യാം. പിന്നെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇത് ബേസിക്കലി നമ്മൾ ഇപ്പോൾ കണ്ട ഫിസിക്കൽ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ടെക്നോളജിയാണ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ്. ഇത് വെച്ചിട്ടാണ് നെറ്റ്വർക്ക് വിർച്വലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. നമ്മളിപ്പം വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വിർച്വൽ സ്വിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ആ വിർച്വൽ സ്വിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ് വെച്ചിട്ടാണ്. അത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ,
അതിലൊരു സെറ്റ് ഓഫ് കൺട്രോളേഴ്സും ഡ്രൈവേഴ്സും ഉണ്ട്. ഫിസിക്കൽ ഹാർഡ്വെയറുമായിട്ട് ഈ കൺട്രോളേഴ്സും ഡ്രൈവേഴ്സും ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് തന്നെ ഒരുപാട് വിർച്വൽ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പ്രസന്റേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് ലിങ്ക്സ് ഉണ്ട്. നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ അഷ്യൂറിന്റെ ബാക്ക് ബോണിലുള്ള SDN ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അഷ്യൂർ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നമുക്ക് ഓൺ പ്രമിസസിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഷ്യൂർ VMന്റെയും അല്ലെങ്കിൽ അഷ്യൂർ നെറ്റ്വർക്കിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻ എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഈ അഷ്യൂർ നെറ്റ്വർക്കിങ്ങിനെ പറ്റി സംസാരിക്കാം. അപ്പൊ നമുക്ക് അഷ്യൂർ അക്കൗണ്ട് ഉണ്ട്, അതൊരു ടെനന്റ് ആണ്. അതാണ് ഒരു അൾട്ടിമേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അഷ്യൂർ എന്ന് പറയുന്ന ടെനന്റ് ആണ് അതിന്റെ അൾട്ടിമേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ നമുക്ക് മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ ടെനന്റിന്റെ ഉള്ളിലാണ് ആക്ച്വലി മൈക്രോസോഫ്റ്റ് അഷ്യൂർ AD എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഡയറക്ടറി ഉണ്ട്. ഒരു IAM ആണ്, ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് സർവീസ് ആണ്. അതിനെ ഇപ്പൊ റീനെയിം ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് എൻട്ര ID എന്നാണ് വിളിക്കുന്നത്. അപ്പം മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ യൂസേഴ്സിന്റെ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന്റെ ഇൻഫർമേഷനും അങ്ങനെയുള്ള IAM റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മൊത്തം ഇരിക്കുന്നത് ഈ അഷ്യൂർ AD എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് എൻട്ര IDയിലാണ്. ഓക്കെ, അതിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെനന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ആമസോണിലെ പ്രൈം സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കുന്ന പോലെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ് എടുക്കാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ പലതരത്തിലുണ്ട്. നമുക്ക് പേ ആസ് യു ഗോ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈമിലോട്ടുള്ള എന്റർപ്രൈസ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. പലതരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻസ് അവൈലബിൾ ആണ്. അതിന്റെ ഉള്ളിൽ റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്. നിങ്ങൾ അഷ്യൂറിൽ ഏത് റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഈ ഒരു റിസോഴ്സ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് റൂൾ. അതൊരു ഈസി മാനേജ്മെന്റിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, റിസോഴ്സസിനെ ഗ്രൂപ്പ് ചെയ്യുക, ലോജിക്കലി ഗ്രൂപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ വേണ്ടി അവരെ ഗ്രൂപ്പ് ചെയ്യാം. ആക്സസ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കാം, പലതരത്തിലുള്ള പോളിസി ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ യൂണിറ്റ് അവിടെ ഉള്ളത്. ഇതിന്റെ ഉള്ളിലായിരിക്കും എല്ലാ റിസോഴ്സസും നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഒരു വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നായിരിക്കും. അപ്പൊ ഈ ഒരു വിർച്വൽ നെറ്റ്വർക്കിന് നമുക്കൊരു അഡ്രസ് സ്പേസ് ഉണ്ട്. 192.168.10/24. അപ്പൊ ഈ വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ അതിന്റെ ഉള്ളിൽ ഡയറക്ട്ലി ഒന്നും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു നെറ്റ്വർക്ക് അഡ്രസ് സ്പേസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു റിസോഴ്സിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ അഡ്രസ് സ്പേസിനെ സബ്നെറ്റിംഗ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സബ്നെറ്റോടെ ക്രിയേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ അഡ്രസ് സ്പേസ് 192.168.10.0 ആണ്, /24 ആണ്. നമ്മൾ അതിൽ ഫസ്റ്റ് /27 വെച്ചിട്ടുള്ള ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ സബ്നെറ്റിലോട്ടുള്ള ട്രാഫിക്കിന്റെ ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ട്രാഫിക്കിന്റെ ബേസിക് ഫിൽറ്ററിംഗ് നടത്താനായിട്ട് അവിടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി കൂടി ഉണ്ട്, ഒരു ഫീച്ചറാണ്, അഷ്യൂർ റിസോഴ്സ് ആണ്. അപ്പൊ അത് നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പൊ ഇതൊരു ലെയർ 4 വർക്ക് ചെയ്യുന്ന ഫിൽറ്ററിംഗ് ആണ്. നമ്മൾ നേരത്തെ നമ്മുടെ പഴയ നെറ്റ്വർക്കിങ്ങിന്റെ കോൺസെപ്റ്റ്സ് റിവ്യൂ ചെയ്തപ്പം റിഫ്രഷ് ചെയ്തപ്പം അവിടെ നമ്മളൊരു ബേസിക് ഫിൽറ്ററിങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നു, അല്ലെ, ട്രാഫിക് ഫിൽറ്റർ ചെയ്യാനായിട്ട്. ആ ട്രാഫിക് കൺട്രോൾ MSG വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഓൾസോ ഈ അഷ്യൂറിന്റെ ഉള്ളിൽ സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് അഷ്യൂറിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സബ്നെറ്റും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫോൾട്ട് റൗട്ടിംഗ് റൂൾ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റിഫ്രഷിംഗ് ഡയഗ്രത്തിൽ കണ്ടല്ലോ, നെറ്റ്വർക്ക് റിഫ്രഷിംഗ് ഡയഗ്രത്തിൽ റൗട്ടർ ഉണ്ട്, 2 ലാനെ കണക്ട് ചെയ്യുന്നത് ആ റൗട്ടറാണ്. ആ റൗട്ടറിൽ കുറച്ച് റൂൾസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ റൂൾ വെച്ചിട്ടാണ് ഈ 2 ലാനും കണക്ട് ആവുന്നത്. സെയിം പോലെ തന്നെ കണ്ടാൽ മതി. 2 ലാനിന് പകരം നമ്മളിവിടെ 2 സബ്നെറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 2 സബ്നെറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത് റൗട്ടിംഗ് റൂൾസ് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ആ റൗട്ടിംഗ് റൂളിനെ ഓവർറൈഡ് ചെയ്ത് നമ്മുടെ സബ്നെറ്റിലുള്ള റിസോഴ്സിനെ വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലോട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിലോട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം റൗട്ട്സ് ഈ സബ്നെറ്റിൽ എഴുതി അറ്റാച്ച് ചെയ്യാവുന്നതാണ്.
അപ്പൊ അതിനെയാണ് യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് എന്ന് പറയുന്നത് അഷ്യൂറിൽ. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കൺ പ്ലസ് ഈ ആരോ ഉള്ളത് യൂസർ ഡിഫൈൻഡ് റൗട്ടിങ്ങിന്റെ ആരോ ആണ്, ഐക്കൺ ആണ്, സോറി. ദെൻ നമ്മൾ ഈ സബ്നെറ്റിൽ ഏതെങ്കിലും ഒരു റിസോഴ്സിനെ പ്രൊവിഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സ് പ്രൊവിഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ സബ്നെറ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ റിസോഴ്സിൽ അറ്റാച്ച് ചെയ്യേണ്ട നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന് ഈ സബ്നെറ്റിൽ നിന്നൊരു IP അഡ്രസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ലോജിക്കലി പറയാം, ഓക്കെ എന്റെ VM ഇന്ന സബ്നെറ്റിൽ ആണ് ഇരിക്കുന്നത്. ആക്ച്വലി ആ സബ്നെറ്റിലൊന്നുമല്ല വിർച്വൽ മെഷീൻ ഇരിക്കുന്നത്, ഈ നിക്കാർഡ് ഇരിക്കുന്നതും ആ ഒരു സബ്നെറ്റിന്റെ ഉള്ളിലല്ല. ആ സബ്നെറ്റിൽ നിന്നൊരു IP അഡ്രസ് ഈ നിക്കാർഡിലോട്ട് അസൈൻ ചെയ്യും. ആ നിക്കാർഡ് ഇരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് അത് ഒരു VMലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പൊ ലോജിക്കലി ഇതെല്ലാം സെപ്പറേറ്റഡ് കമ്പോണൻസ് ആണ്, സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സെയിം വേ എനിക്ക് ഒരു നെറ്റ്വർക്കിന്റെ ഉള്ളിൽ IP അഡ്രസ് സ്പേസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് മൾട്ടിപ്പിൾ സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഞാൻ ഇവിടെ ഈ വിർച്വൽ നെറ്റ്വർക്കിൽ എനിക്ക് മൾട്ടിപ്പിൾ അഡ്രസ് സ്പേസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അഷ്യൂർ വിർച്വൽ നെറ്റ്വർക്കിന്റെ ഒരു ഓവറോൾ പിക്ചർ ഒരു ഹൈ ലെവലിൽ പറയുകയാണെങ്കിൽ. ഇനി അഷ്യൂർ കുബർനെറ്റീസിനെ പറ്റി പറയണം. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ കുബർനെറ്റീസ് ഇൻ ജനറലിനെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇൻ ജനറൽ കുബർനെറ്റീസ് എന്ന് പറയുന്നത് കണ്ടെയ്നേഴ്സിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ്, ഓർക്കസ്ട്രേറ്റർ ആണ്. ഓർക്കസ്ട്രേഷൻ എന്തിനാണ് കണ്ടെയ്നേഴ്സിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിൽ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അല്ലെങ്കിൽ കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി സ്ട്രീം വളരെ ബൂമായി വന്നപ്പോൾ എല്ലാ കമ്പനികളും കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി, അവരുടെ അപ്ലിക്കേഷൻസ് എല്ലാം കണ്ടെയ്നറിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കണ്ടെയ്നർ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടും ഈ കണ്ടെയ്നറിന്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. നിങ്ങൾക്കിപ്പം ഒരു 1000 VMs നിങ്ങളുടെ എൻവയോൺമെന്റിൽ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ പലതരത്തിലുള്ള കൺട്രോൾ പ്ലെയിൻസ് കൊണ്ടുവരും. VMന്റെ റീബൂട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും, പാച്ചിങ് മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ല നെറ്റ്വർക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനും പലതരത്തിലുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരും. അതുപോലെ കണ്ടെയ്നേഴ്സിന്റെ ഓവറോൾ ലൈഫ് സൈക്കിളിനെ മാനേജ് ചെയ്യാനായിട്ട് അത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുമാണ് കുബർനെറ്റീസ് എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്രേറ്റർ ഹെൽപ്പ് ചെയ്തത്. ഇതുപോലത്തെ പല ഓർക്കസ്ട്രേറ്ററും നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡോക്കർ സ്വാം ഒക്കെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നർ ഓർക്കസ്ട്രേറ്റർ തന്നെയായിരുന്നു. പക്ഷെ കുബർനെറ്റീസിൽ കുറച്ചും കൂടി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി. ആ കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൽ കുറച്ചുകൂടി ഒരു വേറിട്ട ചിന്ത കൊണ്ടുവരാൻ പറ്റി. അത് അവർ അപ്ലൈ ചെയ്തതോടെ എല്ലാവരും കുബർനെറ്റീസിനെ ആക്സെപ്റ്റ് ചെയ്തു. കുബർനെറ്റീസിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 പാർട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് കൺട്രോൾ പ്ലെയിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ കുബർനെറ്റീസ് അറിയാമായിരിക്കും, പക്ഷെ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത്. കൺട്രോൾ പ്ലെയിനിൽ ഈ കുബർനെറ്റീസിന്റെ ഈ ഓർക്കസ്ട്രേഷൻ ഈ കണ്ടെയ്നേഴ്സിന്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മാസ്റ്റർ കൺട്രോളേഴ്സ് ആണ് അതിൻ്റെ ഉള്ളിരിക്കുന്നത്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് അതിൻ്റെ ഉള്ളിരിക്കുന്നത്. ഓക്കെ, അതിൽ API സെർവർ എന്ന് പറയുന്നത് ഈ കുബർനെറ്റീസ് കൺട്രോൾ പ്ലെയിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. അത് ആർക്ക് വേണമെങ്കിലും ആ ഒരു ഇന്റർഫേസ് വഴി കുബർനെറ്റീസിൻ്റെ ഉള്ളിലോട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പൊ അത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഡാറ്റാ പ്ലെയിനിന്റെ ഭാഗമായിട്ടുള്ള നോട്ട്സിനായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കുബർനെറ്റീസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാനായിരിക്കാം. ഇതിനൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് API സെർവറിന്. ഈ API സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് etcd ഡാറ്റാബേസ് അതുപോലുള്ള എല്ലാ കുബർനെറ്റീസ് കോമ്പോണന്റുമായിട്ടാണ് API സെർവറിന്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്കിവിടെ etcd ഡാറ്റാബേസ് ഉണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുബർനെറ്റീസിന്റെ ഒബ്ജക്ട്സിന്റെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു കീ വാല്യൂ പെയർ സ്റ്റോർ ആണ് etcd എന്ന് പറയുന്ന ഡാറ്റാബേസ്. ഇനി അവിടെ പലതരത്തിലുള്ള കൺട്രോളേഴ്സ് ഉണ്ട്. ആ കൺട്രോളേഴ്സ് ആണ് ആക്ച്വലി ഈ കണ്ടെയ്നർ എൻവയോൺമെന്റിനെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്. അവിടെ നടക്കുന്ന പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ മാനേജേഴ്സ് ആണ്. അതിൽ ഒരുപാട് കൺട്രോൾ മാനേജേഴ്സ് ഉണ്ട്. അതുപോലെ ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. അതാണ് ആക്ച്വലി ഒരു കണ്ടെയ്നർ. നമ്മൾ കുബർനെറ്റീസിലോട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, എനിക്കൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ എൻവയോൺമെന്റിൽ ഡിപ്ലോയ് ചെയ്യണം എന്ന് പറയുമ്പോൾ API സെർവർ അത് ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം etcd ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്ത് ആ ഇൻഫർമേഷൻ ഷെഡ്യൂളറിന് API സെർവർ പറയും.
ആ ഷെഡ്യൂളർ ആണ് ആക്ച്വലി ഈ വർക്കർ നോട്ട്സിലോട്ട് ഈ ഒരു പോർട്സ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ ആപ്ലിക്കേഷനെ ഡിപ്ലോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കൺട്രോൾ പ്ലെയിനിന്റെ സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഡാറ്റ പ്ലെയിൻ നോക്കുകയാണെങ്കിൽ, ഡാറ്റ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഡാറ്റ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട്, വർക്കർ നോഡ് എന്നാണ് പറയുന്നത്. അപ്പം ഈ വർക്കർ നോഡ്സിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിലാണ് ആക്ച്വലി നമ്മുടെ കണ്ടെയ്നേഴ്സ് ഓടുന്നത്. അതിലൊരു കണ്ടെയ്നർ റൺ ടൈം ഉണ്ട്. അത് ഡോക്കർ ആവാം, കണ്ടെയ്നർ ഡി ആയിരിക്കാം, പലതരത്തിലുള്ള കണ്ടെയ്നർ റൺ ടൈം ഉണ്ട്. അപ്പൊ ഈ കണ്ടെയ്നർ റൺ ടൈമിന്റെ ഉള്ളിലാണ് ആക്ച്വലി കണ്ടെയ്നർ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിർച്വൽ മെഷീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് ആയിരിക്കാം. ഓട്ടോ സ്കെയിലിംഗ് ഉള്ള സെറ്റ് ഓഫ് കമ്പ്യൂട്ട് യൂണിറ്റ് ആണ് നോഡ്സ് എന്ന് പറയുന്നത്. ഈ നോഡ്സും കൺട്രോൾ പ്ലെയിനും കൂടി ചേരുമ്പോഴാണ് ഒരു കുബർനെറ്റീസ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത്. ഈ നോഡ്സിന്റെ ഉള്ളിൽ രണ്ട് പ്രധാനപ്പെട്ട കോമ്പോണൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നെറ്റ്വർക്കിംഗ് സൈഡ് നോക്കുമ്പോൾ ഒന്ന് ക്യുബിലെറ്റും ഒന്ന് ക്യുപ്രോക്സിയാണ്. നമ്മളത് ഡിസ്കസ് ചെയ്യാം. ക്യുബിലെറ്റ് എന്ന് പറയുന്നത് ഒരു ഏജന്റ് ആണ്. കൺട്രോൾ പ്ലെയിനിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആ വർക്കറിനോടുള്ള എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ക്യുബിലെറ്റ്. അപ്പൊ അഷ്യൂറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ നോഡ്സ് എല്ലാം വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് എന്ന് പറയുന്ന ഒരു അഷ്യൂർ റിസോഴ്സിലാണ് പ്ലേസ് ആവുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ സ്കെയിലബിലിറ്റി എന്നാണ് അതിന്റെ റീസൺ. നിങ്ങൾ AWS വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അതേ സെയിം കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന അഷ്യൂർ റിസോഴ്സ് ആണ് വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് VMന്റെ CPU മെമ്മറി യൂട്ടിലൈസേഷൻ അനുസരിച്ച് നമ്പർ ഓഫ് VMs കൂട്ടാനും കുറയ്ക്കാനും ഉള്ള റൂൾസ് എഴുതി കൊടുക്കാം. ആ റൂൾസ് അനുസരിച്ച് ഈ VMസിന്റെ എണ്ണം കൂടാനും കുറയാനും തുടങ്ങും. ലോഡ് അനുസരിച്ച് VMന്റെ എണ്ണം കൂടാനും കുറയാനും സഹായിക്കും. അപ്പൊ കുബർനെറ്റീസിന്റെ ഉള്ളിൽ മാത്രമല്ല സ്കെയിലബിലിറ്റി, പുറത്തും സ്കെയിലബിലിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് യൂസ് ചെയ്യുന്നത്. ആ വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റിന്റെ ഉള്ളിൽ ആക്ച്വലി ഒരു വിർച്വൽ മെഷീൻ ഇൻസ്റ്റൻസ് ആണ് റൺ ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ക്യുബിലെറ്റ്, ക്യുപ്രോക്സി ഇതുപോലുള്ള കോമ്പോണൻസ് കാണും. അതുപോലെ തന്നെ അഷ്യൂർ നെറ്റ്വർക്കുമായിട്ട് ഇന്റർഫേസ് ചെയ്യാനായിട്ടുള്ള കോമ്പോണൻസ് കാണും. അഷ്യൂർ സ്റ്റോറേജുമായിട്ട് ഇന്റർഫേസ് ചെയ്യാനായിട്ടുള്ള കോമ്പോണൻസ് കാണും. ഇതൊക്കെയാണ് ജനറലി അഷ്യൂർ കുബർനെറ്റീസിന്റെ ഉള്ളിൽ ഉള്ളത്. ഈ അഷ്യൂറിന്റെ ഇൻ ജനറൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ കൺട്രോൾ പ്ലെയിനും ഉണ്ട്, അതുപോലെ വർക്കർ നോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ പ്ലെയിൻ എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ട്. ഇതില് കൺട്രോൾ പ്ലെയിൻ കംപ്ലീറ്റ്ലി അഷ്യൂർ മാനേജ്ഡ് ആണ്. നിങ്ങൾ ഓൺ പ്രമിസസിലാണ് ഒരു കുബർനെറ്റീസ് ക്ലസ്റ്റർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ പ്ലെയിൻ നിങ്ങൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. അതിലുള്ള ഓരോ കോമ്പോണൻസും നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷെ അഷ്യൂർ കുബർനെറ്റീസോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലൗഡ് മാനേജ്ഡ് കുബർനെറ്റീസ് സർവീസസ് നോക്കുകയാണെങ്കിൽ അതിന്റെ കൺട്രോൾ പ്ലെയിൻ എപ്പോഴും ക്ലൗഡ് പ്രൊവൈഡർ മാനേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പൊ നമ്മളൊരു ക്ലസ്റ്റർ അഷ്യൂറിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൺലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ മാനേജ്ഡ് ഏരിയ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വർക്കർ നോഡും അതിന്റെ ഉള്ളിൽ റൺ ചെയ്യുന്ന കണ്ടെയ്നേഴ്സും ആപ്ലിക്കേഷൻസും ആണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ എന്ന് വെച്ച് നമുക്ക് ഫുള്ളി അത് അഷ്യൂറിന് ലീവ് ചെയ്യാൻ പറ്റില്ല. സെർട്ടൈൻ റെസ്പോൺസിബിലിറ്റി നമുക്കും ഉണ്ട്. അതിനുള്ള ഓപ്ഷൻസും അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു കൺട്രോൾ പ്ലെയിൻ ലെവലിൽ അഷ്യൂറിൽ എന്തൊക്കെ നെറ്റ്വർക്ക് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ AKSന്റെ API എന്ന് പറയുന്നത് ഒരു പബ്ലിക് IP അഡ്രസ് ഉള്ള ഒരു DNS നെയിം മാത്രമാണ് നമുക്ക് കിട്ടുക. ബാക്കിയെല്ലാം മാനേജ്ഡ് ആണ്. നമുക്ക് ആ ഇന്ററാക്ട് ചെയ്യാനുള്ള APIയുടെ ഒരു അഡ്രസ്സ് മാത്രമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് APIയിലോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്യണം. നമ്മുടെ യൂസർ ക്രെഡൻഷ്യൽസ് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് നമുക്ക് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ API പബ്ലിക്കലി എക്സ്പോസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്കിപ്പം ഇന്റർനെറ്റിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഈ APIയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് പലതരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യാം. ഡയറക്ട്ലി APIയിലോട്ട് നമുക്ക് API കോൾസ് വിളിക്കാം, അല്ലെങ്കിൽ kubectl എന്ന് പറയുന്ന AKSന്റെ അല്ലെങ്കിൽ കുബർനെറ്റീസിന്റെ ക്ലെയിം ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, കമാൻഡ് ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പബ്ലിക്കലി എക്സ്പോസ്ഡ് ആണ്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വെർച്വൽ നെറ്റ്വർക്ക് ഉണ്ട്. ആ വെർച്വൽ നെറ്റ്വർക്കിൽ ഒരു സബ്നെറ്റ് ഉണ്ട്. ആ സബ്നെറ്റിൽ 192.168.10.0/24 സബ്നെറ്റ് ആണ്. നമ്മുടെ ഇവിടെ 2 നോഡ്സ് ആണ് കാണിച്ചിട്ടുള്ളത്, 2 വെർച്വൽ മെഷീൻസ് ആണ് ഉള്ളത്. ആ 2 വെർച്വൽ മെഷീനും ഈ ഒരു നെറ്റ്വർക്ക്, ഈ ഒരു സബ്നെറ്റിൽ നിന്ന് 2 IP ലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോക്സ്, കസ്റ്റമർ മാനേജർ ആയിട്ടുള്ള ഈ ഒരു ബോക്സ് ഇപ്പം പ്രൈവറ്റ് നെറ്റ്വർക്കിലാണ്. അതിനെ പബ്ലിക്കിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നമ്മൾ അതിനെ പബ്ലിക്കലി ആക്സസ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നില്ല. അപ്പൊ ഈ നോട്ട്സ് എങ്ങനെയാണ് AKSനെ ആക്സസ് ചെയ്യുന്നത്? ഇവിടെ ഒരു ലോഡ് ബാലൻസർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി നാറ്റിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ മെഷീൻസിന് പബ്ലിക് IP ഇല്ലാത്തത് കൊണ്ട് ഈ ലോഡ് ബാലൻസറിന് ഒരു പബ്ലിക് IP അസൈൻ ചെയ്ത് ഒരു ഔട്ട്ബൗണ്ട് നാറ്റ് റൂൾ വഴിയാണ് ഇത് പുറത്തേക്ക് സെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് AKS APIനെ ആക്സസ് ചെയ്യുന്നത്. സോറി, ഇന്റർനെറ്റ് കണക്ഷനിലോട്ടാണ് കേട്ടോ. സോറി, ഇത് റോങ് ആണ് ഡയഗ്രാം. ഇന്റർനെറ്റിലോട്ടുള്ള കണക്ടിവിറ്റി മാത്രമാണ് ഈ പബ്ലിക് ലോഡ് ബാലൻസർ വഴി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ഓവറോൾ സെറ്റപ്പ് വരുന്നത്. അപ്പൊ സ്റ്റിൽ ഈ API എന്നുള്ളത് പബ്ലിക്കലി ആക്സസബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ വെസ്റ്റ് യൂറോപ്പിലാണ് ഒരു API കുബർനെറ്റിസ് ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ APIനെ ആക്സസ് ചെയ്യാനായിട്ടുള്ള IP മേ ബി സം UID പ്ലസ് എൻ്റെ ക്ലസ്റ്ററിന്റെ പേര് .westeurope.azure.at എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പബ്ലിക് IP, ഈ പബ്ലിക് ഡൊമൈൻ ആര് വിളിച്ചാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലസ്റ്ററിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ക്രെഡൻഷ്യൽസ് വെച്ച് ഒതന്റിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ഇതൊരു പ്രശ്നമായതുകൊണ്ട് പബ്ലിക്കലി എക്സ്പോസ് ആയി കിടക്കുന്നുണ്ട്. അഷ്യൂർ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, പ്രൈവറ്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു പുതിയ സബ്നെറ്റ് എന്റെ വെർച്വൽ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. ആ സബ്നെറ്റിന്റെ ഉള്ളിൽ ഞാനൊരു പ്രൈവറ്റ് എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി, ഞാൻ AKSന് വേണ്ടി ഒരു പ്രൈവറ്റ് എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഇത് സംഭവിക്കും. AKS ക്ലസ്റ്ററിന്റെ കൺട്രോൾ പ്ലെയിന്, ദാറ്റ് മീൻസ് API സെർവറിന് ഈ ഒരു സബ്നെറ്റിൽ നിന്ന് ഒരു IP കണക്ഷൻ കിട്ടുകയാണ്. ഇത് ആക്ച്വലി ഒരു ടണലാണ് ഫോം ചെയ്യുന്നത്. ഈ ട്രാഫിക് പോകുന്നത് അഷ്യൂറിന്റെ മാനേജ്ഡ് ബാക്ക് ബോണിൽ കൂടെയാണ്, പക്ഷെ ഇതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഈ AKSന്റെ കൺട്രോൾ പ്ലെയിൻ ഒരിക്കലും ഈ സബ്നെറ്റിൽ ഡയറക്ട്ലി കണക്റ്റഡ് അല്ല, ഇതൊരു ടണൽ എസ്റ്റാബ്ലിഷ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ഫോർ എക്സാമ്പിൾ AKSAPI.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് AKSAPI.com അടിക്കും. യൂഷ്വലി എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഇത് പബ്ലിക് DNSലോട്ട് റൗട്ട് ചെയ്ത് പബ്ലിക് DNS വഴി ഈ AKS കൺട്രോൾ പ്ലെയിന്റെ പബ്ലിക് IP അഡ്രസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ പബ്ലിക്ലി ആയിരിക്കും AKS ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആവശ്യം എന്താണ്? ഇത് പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൈവറ്റ് DNSഉം ഇതിൽ ക്രിയേറ്റ് ആവും. ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. നിങ്ങൾ AKS പ്രൈവറ്റ് ക്ലസ്റ്റർ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മതി. ബാക്കി AKSന്റെ ARM സൊല്യൂഷൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ARM മാനേജർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ റിസോഴ്സസ് എല്ലാം ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ പ്രൈവറ്റ് സോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ AKSന്റെ പബ്ലിക് നെയിം എന്താണോ അതേ പേര് തന്നെ ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ നോഡ്സ് AKSന്റെ കൺട്രോൾ പ്ലെയിനെ ആക്സസ് ചെയ്യുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ ആയിരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്ന് വിചാരിക്കും, നിങ്ങൾ ഈ നെറ്റ്വർക്കിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു VMന്റെ IP അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഡിവൈസിന് കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് AKSൽ റീച്ചബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഇത് ചെയ്യുന്നതോടുകൂടി ഈ കണക്ഷൻ സെക്യൂർ ആവും. ഇന്റർനെറ്റിൽ നിന്നുള്ള ആക്സസ് AKS ബ്ലോക്ക് ചെയ്യും. ഇതാണ് AKS APIയുടെ പ്രൈവറ്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പൊ പബ്ലിക്കലി കിടക്കുന്ന AKS സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടി അതിൽ IP റൂൾസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഈ IP റൂൾസ് വെച്ച് നിങ്ങൾക്ക് ആരൊക്കെ ഈ നെറ്റ്വർക്ക്, ഈ ഒരു AKSന്റെ പബ്ലിക് APIയിലോട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇനി പുതിയൊരു ഫീച്ചർ AKSൽ വന്നിട്ടുള്ളത് VNet ഇന്റഗ്രേഷൻ ആണ്. അത് പ്രിവ്യൂ ഫീച്ചർ ആണ്. അഷ്യൂറിൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു ടാഗ് കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ ഫീച്ചർ ജനറലി അവൈലബിൾ അല്ല. എന്ന് വെച്ചാൽ ആ ഫീച്ചർ ജനറലി സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലല്ല ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് AKS ക്ലസ്റ്റർ. നമുക്ക് നോഡ് പൂൾ ഉണ്ട്,
വിനെറ്റ് ഉണ്ട്, സബ്നെറ്റ് ഉണ്ട്, അതിൽ നിന്ന് IP കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അഡീഷണൽ ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. നേരത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് എൻഡ് പോയിന്റ് ഈവൻ നമുക്ക് ഈ AKS നോട്ട് സബ്നെറ്റിലും പ്ലേസ് ചെയ്യാം. നമുക്ക് ആ സബ്നെറ്റ് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഉള്ളിൽ വേണമെങ്കിലും അത് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ AKS വിനെറ്റ് ഇന്റഗ്രേഷൻ, APIയുടെ വിനെറ്റ് ഇന്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സബ്നെറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിലൊരു 8 to 9 IP അഡ്രസ് അതിന് ആവശ്യം വരും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്നെറ്റിൽ ഒരു ലോഡ് ബാലൻസർ, ഒരു വിർച്വൽ IP ഉള്ള ഇന്റേണൽ പ്രൈവറ്റ് IP ഉള്ള ഒരു ലോഡ് ബാലൻസർ ക്രിയേറ്റ് ആവും. ആ ലോഡ് ബാലൻസർ വഴിയായിരിക്കും AKSലോട്ടുള്ള കണക്ഷൻ പോസിബിൾ ആവുക. അത് അഷ്യൂറിന്റെ ബാക്ക് ബോൺ വഴിയാണ് പോവുക. ഇവിടുത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DNSന്റെ ആവശ്യമില്ല. നമുക്ക് ഈ IP വെച്ചിട്ടായിരിക്കും നമ്മുടെ നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ക്ലയന്റ് ടൂൾസ് എല്ലാം AKS കൺട്രോൾ പ്ലെയിൻ അല്ലെങ്കിൽ API സെർവറിനെ ആക്സസ് ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഒരു സെക്യൂർ കണക്ഷൻ നമുക്ക് AKS കൺട്രോൾ പ്ലെയിനിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതോടെ AKSന്റെ പബ്ലിക് ആക്സസ് നമുക്ക് ബ്ലോക്ക് ചെയ്യാനും പറ്റും. പക്ഷെ ഈ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ AKS APIനെ വേറൊരു കമ്പനിയായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്, അവർക്ക് നമ്മുടെ ഇന്റേണൽ നെറ്റ്വർക്കിലോട്ട് ആക്സസ് ഇല്ല. ഈ AKS API അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യണം ഇന്റർനെറ്റ് വഴിയെന്നുണ്ടെങ്കിൽ ഓപ്ഷണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് എൻഡ് പോയിന്റ് എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്കത് ഈ പ്രൈവറ്റും പബ്ലിക്കും കണക്ടിവിറ്റി ഓണും ഓഫും ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം രണ്ടും ഓൺ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് കണക്ടിവിറ്റി ടേൺ ഓഫ് ചെയ്ത് വെക്കാനും പറ്റും. ഇതാണ് AKSന്റെ വിനെറ്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. വീണ്ടും ആ പഴയ ഡയഗ്രത്തിലോട്ടൊന്ന് കൊണ്ടുവന്നേക്കാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 നെറ്റ്വർക്ക്സ് ഉണ്ട്, അതിൽ 2 റൗട്ടേഴ്സ് ഉണ്ട്, ഇവിടെ റൗട്ടിംഗ് നടക്കുന്നുണ്ട്, NAT ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. AKSന്റെ നെറ്റ്വർക്ക് അഡ്രസ് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് അഡ്രസ് സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു AKS ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെയാണ് പോഡ് CIDR എന്ന് പറയുന്നത്. പോഡിന്റെ ഒരു IP അഡ്രസ് റേഞ്ച് ആണ്. അപ്പൊ ഇത് പോഡിന്റെ IP അഡ്രസ് റേഞ്ച് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് പ്ലഗിനാണ് ക്ലസ്റ്ററിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ AKSന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. അപ്പൊ എന്താണ് നെറ്റ്വർക്ക് പ്ലഗിൻ എന്നുള്ളത്? നെറ്റ്വർക്ക് പ്ലഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് കുബർനെറ്റീസ് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് സ്പേസ് തരില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നെറ്റ്വർക്ക് സ്പേസസ് കുബർനെറ്റീസ് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ബൈ ഡിഫോൾട്ട് കുബർനെറ്റീസ് ഒരു IPAM-ഓ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാനേജ്മെന്റ് സൊല്യൂഷനോ ഒന്നും കുബർനെറ്റീസിന്റെ ബിൽറ്റ് ഇൻ എഞ്ചിനായിട്ടില്ല. ബട്ട് അത് എക്സ്റ്റെൻസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള നെറ്റ്വർക്ക് പ്ലഗിൻ അതിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ അഷ്യൂറിന് പലതരത്തിലുള്ള നെറ്റ്വർക്ക് പ്ലഗിൻസ് ഉണ്ട് അഷ്യൂർ കുബർനെറ്റീസ് ക്ലസ്റ്ററിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനനുസരിച്ചിരിക്കും പോഡിന്റെ IP അഡ്രസ് സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് സർവീസ് CIDR. ഓക്കെ, അതും നമ്മൾ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ടോപ്പിക്കിൽ. അഷ്യൂറിന്റെ വിനെറ്റ് CIDR, ഡോക്കർ CIDR, ഇതൊക്കെയാണ് നിങ്ങൾ യൂഷ്വലി കാണുക. പക്ഷെ ഡോക്കർ CIDR ഇപ്പൊ ആവശ്യമില്ല, അത് ഡിപ്രിക്കേറ്റഡ് ആയിട്ടുണ്ട്. കാരണം കുബർനെറ്റീസിന്റെ ഉള്ളിലെ AKSന്റെ ഉള്ളിലെ നോട്ട്സ് എല്ലാം കണ്ടെയ്നർ ടൈം ആയിട്ട് ഇപ്പം കണ്ടെയ്നർ D ആണ് യൂസ് ചെയ്യുന്നത്, ഡോക്കർ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു അഡ്രസ് സ്പേസ് ഇപ്പം ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ പഴയ കുബർനെറ്റീസ് AKS ഡിപ്ലോയ്മെന്റ് ഒക്കെയാണ് നിങ്ങളുടെ എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ലേറ്റസ്റ്റ് റിലീസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഈ ഡോക്കർ CIDR ഡിപ്രിക്കേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ടെറാഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് വെച്ചിട്ടാണ് AKS ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഡിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ISC പ്രൊവൈഡർ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ക്ലസ്റ്റർ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ IAC ലെവലിലുള്ള ഫെയിലിയർ, അവിടെ എറർ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി AKSന്റെ നെറ്റ്വർക്ക് ട്രാഫിക് എന്തൊക്കെ തരത്തിലാണുള്ളത്? ട്രാഫിക് ടുവേഴ്സ് API സെർവർ, അത് നമ്മൾ ലാസ്റ്റ് 2 സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. API സെർവറിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, അതിലെങ്ങനെ സെക്യൂർ ചെയ്യാം എന്നുള്ളത് ലാസ്റ്റ് 2 സ്ലൈഡ്സ് നമ്മൾ നോക്കി. അടുത്തത് ഒരു ക്ലസ്റ്ററിന്റെ ഉള്ളിലുള്ള പോഡ്സ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തൊരു ട്രാഫിക്.
അതുപോലെ പോഡ്സും സർവീസും തമ്മിലുള്ള ട്രാഫിക് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തൊരു ട്രാഫിക് ബാക്ക് ഡൊമൈൻ എന്ന് പറയുന്നത്. പിന്നെ നോഡ്സ്, ഒരു ക്ലസ്റ്ററിന്റെ ഉള്ളിലുള്ള നോഡുകൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ട്രാഫിക് സംഭവിക്കുന്നത്. പിന്നെ ഒരു AKS ക്ലസ്റ്ററും അഷ്യൂറിലെ ബാക്കിയുള്ള റിസോഴ്സസും തമ്മിൽ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ് അടുത്ത തരത്തിലുള്ള ട്രാഫിക്. ഇത്രയും തരത്തിലുള്ള ട്രാഫിക് ഈ ഒരു ക്ലസ്റ്ററിംഗ് എൻവയോൺമെന്റിലെ അഷ്യൂർ കുബർനെറ്റീസിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കുബർനെറ്റീസ് ഇറ്റ്സെൽഫ് നമ്മൾ നോക്കുമ്പോൾ നെറ്റ്വർക്കിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രത്തിന് നിങ്ങൾ ആ കുബർനെറ്റീസ് എൻവയോൺമെന്റിൽ ഉള്ളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ റൗട്ടിങ്ങിന് റൗട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വേണം അല്ലെ. അപ്പൊ അതിന് റൗട്ടിംഗ് ഫംഗ്ഷനാലിറ്റി ഉള്ള ഒരു കോമ്പോണന്റ് കുബർനെറ്റീസിന്റെ ഉള്ളിൽ എന്റെ നെറ്റ്വർക്ക് പ്ലഗിൻ വഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. പിന്നെ സ്വിച്ച് എന്നുള്ളത് കുബർനെറ്റീസിന്റെ ഉള്ളിൽ വരുമ്പോൾ ഒരു വിർച്വൽ സ്വിച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സ്വിച്ചിലോട്ടാണ് ഡിവൈസസ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതുപോലെ സർവീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് വേറൊരു നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ നെറ്റ്വർക്ക് ഇതുപോലെ ഒരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് ഈ രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് റൗട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു നെറ്റ്വർക്ക് ഉണ്ട്, അത് നോഡ്സിന് IP കിട്ടുന്ന നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ നോഡ് എന്ന് പറയുന്ന വിർച്വൽ മെഷീന് IP കിട്ടുന്ന ഒരു നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അവിടെയും ഒരു റൗട്ടിംഗ് നടക്കുന്നുണ്ട്, അത് കണക്ട് ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് കുബർനെറ്റീസിന്റെ നെറ്റ്വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫെമിലിയർ ആവും. നിങ്ങൾ നെറ്റ്വർക്ക് ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ നെറ്റ്വർക്കിങ്ങിലും അല്ലെങ്കിൽ വിർച്വൽ നെറ്റ്വർക്കിങ്ങിലൊക്കെ കുറച്ച് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അതുപോലെ കുബർനെറ്റീസിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഏറെക്കുറെ നിങ്ങൾക്ക് എന്താണ് നടക്കുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അഷ്യൂർ കുബർനെറ്റീസ് നെറ്റ്വർക്കിംഗ് ഒരു ജനറൽ വേയിൽ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ, നമുക്കൊരു VNet ഉണ്ട്. ആ VNetൽ ഒരു AKS സബ്നെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു കുബർനെറ്റീസ് എൻവയോൺമെന്റ് ഉണ്ട്, അവിടെ നമുക്കൊരു AKS കൺട്രോൾ പ്ലെയിനും 2 നോഡ്സും ഉണ്ട്. ഈ നോഡ്സ് ഈ സബ്നെറ്റിലോട്ട് കണക്റ്റഡ് ആണ്. അതിൽ നിന്ന് 2 IP അഡ്രസ് നോഡ്സിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യുബ്ലെറ്റ് ഉണ്ട്. ക്യുബ്ലെറ്റ് API സെർവറുമായിട്ട് അല്ലെങ്കിൽ AKSന്റെ കൺട്രോൾ പ്ലെയിനുമായിട്ട് ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ക്യുബ്ലെറ്റ് യൂസ് ചെയ്യുന്നത്. ആ ക്യുബ്ലെറ്റ് അവിടെയുണ്ട്. ക്യൂബ് പ്രോക്സി എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് അവിടെയുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് ക്യൂബ് പ്രോക്സിനെ പറ്റി അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളതൊക്കെ. പിന്നെ നിങ്ങൾക്ക് പോഡ് ഉണ്ട്. ഓക്കെ, പോഡ് എന്ന് പറയുന്നത് കുബർനെറ്റീസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് പോഡ് ആവശ്യം? സോറി, അപ്പൊ എന്തുകൊണ്ടാണ് പോഡ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടെയ്നർ എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, കണ്ടെയ്നർ എപ്പോഴും റൺ ചെയ്യുന്നത് ഒരു കണ്ടെയ്നർ റൺ ടൈമിലാണ്. കണ്ടെയ്നറിന്റെ ഫുൾ കൺട്രോൾ ഇരിക്കുന്നത് കണ്ടെയ്നർ റൺ ടൈമിലാണ്. കുബർനെറ്റീസിന് ഡയറക്ട്ലി കണ്ടെയ്നർ റൺ ടൈമിൽ പോയിട്ട് കണ്ടെയ്നറിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുബർനെറ്റീസിന് സെർട്ടൻ കൺട്രോൾസ് ഈ പറഞ്ഞ അതിന്റെ എൻവയോൺമെന്റിലോട്ട് കൊണ്ടുവരണം, പക്ഷെ അതിന് കണ്ടെയ്നർ റൺ ടൈമിൽ പോയിട്ട് കണ്ടെയ്നറിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കണ്ടെയ്നറിനെ പോഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലോട്ട് എൻകാപ്സുലേറ്റ് ചെയ്ത് അതിലാണ് പ്ലേസ് ചെയ്യുന്നത്. പോഡിന്റെ ഫുൾ കൺട്രോൾ കുബർനെറ്റീസിനുണ്ട്. അപ്പം പോഡിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി കുബർനെറ്റീസ് ആക്ച്വലി കണ്ടെയ്നറിനെ കൂടി കൺട്രോൾ ചെയ്യണം. അതിനാണ് നമുക്ക് പോഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, സ്മോളസ്റ്റ് കമ്പ്യൂട്ട് യൂണിറ്റ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പോഡുണ്ട്, പോഡിന്റെ ഉള്ളിൽ കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഒരു സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് സ്ലൈഡിൽ. ഫോർ ബീങ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, സർവീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, സർവീസിന്റെ ഒരു ബേസിക് ഐഡിയ പറയാം. നമുക്കിപ്പം കുബർനെറ്റീസിൽ പോഡ്സ് ഉണ്ട്. ഈ പോഡ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഒബ്ജക്റ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ വിർച്വൽ എൻവയോൺമെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ VMs നമ്മളിപ്പോ ഒന്ന് ക്രാഷ് ആയെന്ന് വിചാരിക്കും. നമ്മൾ VMസിന് എന്ത് ചെയ്യും? നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ കുബർനെറ്റീസിൽ പോഡ്സിനെ ഒരിക്കലും നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്ത് ആ പോഡിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല. കുബർനെറ്റീസ് എന്ത് ചെയ്യും? ആ പോഡ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു പോഡ് ക്രിയേറ്റ് ചെയ്യും. പുതിയ പോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് പുതിയ IP അഡ്രസ് കിട്ടും. പുതിയ IP അഡ്രസ് കിട്ടുമ്പോൾ ഈ കിട്ടിയ IP അഡ്രസ് ഈ പോഡിനെ ആക്സസ് ചെയ്യേണ്ട ഒരു ക്ലയന്റ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഷീന്
അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു സ്റ്റേബിൾ എൻവയോൺമെന്റ് അല്ല, എപ്പോഴും IP ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രഡിക്റ്റബിൾ IP ആയിരിക്കും. അപ്പം ആദ്യകാലത്ത് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ DNS വെച്ചിട്ടല്ലേ യൂഷ്വലി നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പോഡിനൊരു ഫോർ എക്സാമ്പിൾ എൻ്റെ ആപ്ലിക്കേഷൻ 1 എന്ന് പറഞ്ഞ ആപ്പ് 1 2 പോഡ് ഉണ്ട്. ഈ 2 പോഡിന് വേണ്ടിയിട്ട് ഞാൻ ആപ്പ് 1 എന്ന് പറഞ്ഞിട്ടൊരു DNS നെയിം ഉണ്ടാക്കി. എന്നിട്ട് ആ DNS നെയിമിന്റെ അണ്ടറിൽ സിനെയിം ക്രിയേറ്റ് ചെയ്തിട്ട് 2 പോഡിനും ഈ IP കൊടുത്ത് DNS റൗണ്ട് റോബിൻ ലോഡ് ബാലൻസിങ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഈ പോഡ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഡിലീറ്റ് ആവും, ചിലപ്പോൾ ക്രിയേറ്റ് ആവും, IP മാറും. അപ്പൊ അത് സ്റ്റേബിൾ അല്ല. DNS വെച്ച് മാനേജ് ചെയ്യുമ്പോൾ DNSന്റെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, DNS ക്യാഷ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അത് വളരെ അപ്രോപ്രിയേറ്റ് അല്ല. പക്ഷെ നമ്മളൊരു IP വെച്ചിട്ടാണ് ഈ പോഡിനെ ആക്സസ് ചെയ്യുന്നതെങ്കിൽ IP എപ്പോഴും സ്റ്റേബിൾ ആണ്. ഒരു സ്റ്റാറ്റിക് IP എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ IP വെച്ച് ആക്സസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റിലയബിൾ കമ്മ്യൂണിക്കേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ IP വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ഡിവൈസസിനെ അല്ലെങ്കിൽ ഡിവൈസസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ചിന്തയിലാണ് സർവീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സർവീസിന് ഒരു IP കിട്ടും. ആ IP വെച്ചിട്ടായിരിക്കും നമുക്ക് മൾട്ടിപ്പിൾ പോർട്സ്, ഒരേ സർവീസ് റൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ പോർട്സ് ഉണ്ടെങ്കിൽ പോർട്സിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ ഈ സർവീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്സിനെ ലോഡ് ബാലൻസ് ചെയ്യും, പോർട്സിലോട്ടുള്ള ട്രാഫിക്കിനെ ലോഡ് ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സർവീസിന്റെ കോൺസെപ്റ്റ്. അപ്പം സർവീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വേറൊരു നെറ്റ്വർക്ക് ആയിരിക്കും. ഇനി കുബർനെറ്റീസിലെ സർവീസിന്റെ പല ടൈപ്സ് ഉണ്ട്. ക്ലസ്റ്ററിന്റെ ഉള്ളിൽ മാത്രം ആയിട്ട് നിൽക്കുന്ന സർവീസസ് ഉണ്ട്. അതാണ് ഡിഫോൾട്ട് സർവീസ് എന്ന് പറയുന്നത്. അപ്പം ഈ സർവീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ മാത്രമായിരിക്കും ആക്സസബിൾ. സോ കുബർനെറ്റീസിന്റെ ഉള്ളിൽ 2 നോഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, 2 പോഡ് ഉണ്ട്. ഈ പോഡുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് ഈ നോഡിന്റെ ഉള്ളിലെ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ചില റൗട്ടിംഗ് കേപ്പബിലിറ്റി മൂലം അത് പോസിബിൾ ആണ്. പക്ഷെ ഈ പോഡിൽ നിന്ന് ഇപ്പുറത്തെ പോഡിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബിക്കോസ് ഇതെല്ലാം ഒരു ക്ലസ്റ്ററിന്റെ ഭാഗമായതുകൊണ്ട് ഈ പോഡിൽ നിന്ന് നോഡ് 2-ത്തെ പോഡിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും പോസിബിൾ ആണ്. അത് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഈ സർവീസ് ടൈപ്പ് നമ്മൾ ലോഡ് ബാലൻസർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ക്ലൗഡ്സിൽ മാത്രം നമുക്ക് ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കലി ക്ലൗഡിന്റെ നേറ്റീവ് ലോഡ് ബാലൻസർ ആ ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലസ്റ്ററിന് ഈ അഷൂറിന്റെ API സെർവറുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട്. അഷൂറിന്റെ API എന്ന് പറയുന്നത് അഷൂർ റിസോഴ്സസ് പ്രൊവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് അഷൂർ റിസോഴ്സസ് ഡിപ്ലോയ് ചെയ്യുന്നതാണ്. അപ്പൊ അതിലോട്ട് പെർമിഷൻ കൊടുക്കണം നമ്മൾ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സർവീസ് ടൈപ്പ് ലോഡ് ബാലൻസർ എന്ന് കൊടുക്കുമ്പോൾ ഈ നമ്മുടെ ക്ലസ്റ്ററിന്റെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അഷൂറിന്റെ ആമുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു ലോഡ് ബാലൻസർ നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ലോഡ് ബാലൻസറിന്റെ പുറകിലോട്ട് ഈ 2 നോഡ്സ് ആഡ് ചെയ്യും. ഈ ലോഡ് ബാലൻസറിന് ഒരു പബ്ലിക് IP കിട്ടും. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ലോഡ് ബാലൻസർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ സർവീസിന്റെ അനോട്ടേഷനിൽ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് ഇന്റർനെറ്റിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പബ്ലിക് IP കോൾ ചെയ്യുന്നതോടെ ഈ പോർട്സിനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഈ ലോഡ് ബാലൻസർ ഈ ട്രാഫിക്കിനെ ഈ സർവീസിലോട്ട് സെൻഡ് ചെയ്യും. സർവീസ് അത് പോർട്സിലോട്ട് ട്രാഫിക്കിനെ റീഡയറക്ട് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇതേ ലോഡ് ബാലൻസർ നമുക്ക് പ്രൈവറ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ സർവീസിന്റെ അനോട്ടേഷനിൽ പ്രൈവറ്റ് ലോഡ് ബാലൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ലോഡ് ബാലൻസറിന് കിട്ടുന്ന IP ഈ പ്രൈവറ്റ് സബ്നെറ്റിലെ ഒരു IP ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അഷൂറിൽ തന്നെ വേറൊരു വിർച്വൽ നെറ്റ്വർക്ക് ഉണ്ട്. ഈ 2 വിർച്വൽ നെറ്റ്വർക്കും നമ്മൾ പിയറിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 വിർച്വൽ നെറ്റ്വർക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു SQL ഡാറ്റാബേസിന് ഈ ലോഡ് ബാലൻസർ വഴി ഈ പോർട്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പോർട്സിൽ ബേസിക്കലി നമ്മുടെ ആപ്ലിക്കേഷൻ ആണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡൗട്ട്, പ്രൈവറ്റ് ലോഡ് ബാലൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ലോഡ് ബാലൻസറിൽ 2 ടൈപ്പാണ് അഷൂറിൽ ലോഡ് ബാലൻസർ കിട്ടുന്നത്. ഒന്ന് പബ്ലിക് ലോഡ്, നമ്മൾ സർവീസിന്റെ ഡെഫിനിഷനിൽ ക്ലസ്റ്റർ IP ലോഡ് ബാലൻസർ എന്നല്ലേ ഉള്ളൂ. അപ്പൊ പ്രൈവറ്റ് ലോഡ് ബാലൻസർ കിട്ടാനായിട്ട് എന്താ ചെയ്യണ്ടേ? അതിലൊരു അനോട്ടേഷൻ ഉണ്ട്. നമ്മൾ അനോട്ടേഷൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റേണൽ ലോഡ് ബാലൻസറിനുള്ള അനോട്ടേഷൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ആ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ആകുമ്പോൾ സർവീസ് അത് ഡെഫിനിഷനിൽ ഒരു അനോട്ടേഷൻ ആഡ് ചെയ്യണം അല്ലേ? അതെ, സർവീസ് ഡെഫിനേഷനിൽ ഒരു അനോട്ടേഷൻ ആഡ് ചെയ്യണം. അതിന്റെ എക്സാമ്പിൾ ഒന്ന് ഷെയർ ചെയ്യുമോ? അങ്ങനെ ഉണ്ടോ? എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ, സോ ഇതാണ് AKSന്റെ കുബർനറ്റീസ് നെറ്റ്വർക്കിംഗ് സൈഡിൽ കാണുന്ന ഓവറോൾ ആയിട്ടുള്ള ഒരു പിക്ചർ. ഇനി നമുക്ക് ഇതിന്റെ സർവീസും ഈ പോർട്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്കിവിടെ ഒരു നോഡ് ഉണ്ട്. നോഡില് ക്യൂബ്ലെറ്റ് ഉണ്ട്, ക്യൂബ് ഉണ്ട്, ഒരു സർവീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സർവീസിന് നമ്മളൊരു CIDR കൊടുക്കണം. CIDR എന്ന് വെച്ചാൽ അഡ്രസ് സ്പേസ് കൊടുക്കണം. അത് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ആ സർവീസിന്റെ IP അഡ്രസ് സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. ക്ലസ്റ്ററിന്റെ പുറത്തായിട്ട് അതിന് കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ക്ലസ്റ്റർ ഇന്റേണൽ ആയിട്ടുള്ള ഒരു IP അഡ്രസ് സ്പേസ് ആണ്. ഈ സർവീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വിർച്വൽ കോൺസെപ്റ്റ് ആണ്. അത് കുബർനറ്റീസിന്റെ മെമ്മറിയിൽ മാത്രമായിട്ടുള്ള ഒരു IP അഡ്രസ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ പോഡിന് നമ്മളൊരു CIDR കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ വരാം. പോഡ് CIDR എപ്പോഴാണ്, അല്ലെങ്കിൽ പോഡ് അഡ്രസ് സ്പേസ് എപ്പോഴാണ് ചൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അഷ്യൂറിലെ നെറ്റ്വർക്ക് പ്ലഗിൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഫോർ ദ സേക്ക് നമുക്കിത് മനസ്സിലാക്കാനായിട്ട്, സർവീസും പോർട്സും തമ്മിലുള്ള കണക്ടിവിറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോർട്സിന് ഒരു സെറ്റ് ഓഫ് IP അഡ്രസ് സ്പേസ് കൊടുക്കും. അപ്പൊ ഇതിൽ നിന്ന് രണ്ട് IP അഡ്രസ് ഇവിടെയുള്ള രണ്ട് പോർട്സിന് അസൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സർവീസിന് ഒരു IP അഡ്രസ്സും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ പോഡിനെ നമ്മൾ പുറത്തോട്ട് എക്സ്പോസ് ചെയ്യുന്നത് സർവീസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഞാൻ നെറ്റ്വർക്കിംഗ് പാക്കറ്ററൈസ് എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ട്രൈ ചെയ്താണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പോഡിന്റെ CIDR ആണ്. ഓക്കെ, ഇത് സർവീസിന്റെ CIDR ആണ്, ഇതൊരു റൗട്ടറാണ്. ഇതെല്ലാം ഇരിക്കുന്നത് ഇത്രയും ഭാഗം ഇരിക്കുന്നത് ഒരു VM ലിനക്സ് VMന്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അപ്പൊ അവിടെ എല്ലാ ഇത് വിർച്വൽ കോമ്പോണൻസ് ആണ്, ഒന്നും ഫിസിക്കലി ഇല്ല. പ്രോഗ്രാമാറ്റിക്കലി ഇതെല്ലാം അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ പോഡിന്റെ ഉള്ളിൽ റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പോഡിന് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷന് രണ്ട് റിപ്ലിക്ക നിങ്ങൾ പ്ലേസ് ചെയ്യുന്നു. റിപ്ലിക്ക എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷന്റെ തന്നെ രണ്ട് കമ്പ്യൂട്ട് യൂണിറ്റ്സ് റൺ ചെയ്തുകൊണ്ട് ലോഡ് ബാലൻസിങ്ങിനും സ്കെയിലബിലിറ്റിക്കും ഒക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് റിപ്ലിക്ക ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടിലും ഒരേ തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആണ് റൺ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്ലസ്റ്ററിന്റെ ഉള്ളിലോട്ടും അല്ലെങ്കിൽ ക്ലസ്റ്ററിന്റെ പുറത്തോട്ടും എക്സ്പോസ് ചെയ്യണം, ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ സർവീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് YAML കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്. ആ ഫയൽസ് വെച്ച് സർവീസ് ക്രിയേറ്റ് ചെയ്യാം. സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിന് IP കിട്ടുന്നുണ്ടാവുക വേറൊരു നെറ്റ്വർക്കിൽ നിന്നാണ്. ഓക്കെ, അത് കംപ്ലീറ്റ്ലി വേറൊരു നെറ്റ്വർക്കാണ്. ഫിസിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ആ സർവീസിന്റെ IP ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സർവീസ് ആയിരിക്കും ഈ പോഡിലോട്ട് ട്രാഫിക്കിനെ ലോഡ് ബാലൻസ് ചെയ്യും. ഓക്കെ, പക്ഷെ ഇതൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഇത് റൗട്ടർ വഴിയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. കാരണം സർവീസ് ഇരിക്കുന്നത് വേറൊരു നെറ്റ്വർക്കിലും പോർട്സ് ഇരിക്കുന്നത് വേറൊരു നെറ്റ്വർക്കാണ്. അപ്പൊ ഇവിടെ റൗട്ടിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പോർട്സിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരു ഡിവൈസ് പോർട്സിനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി അവർ ഈ സർവീസിനെയാണ് ആക്സസ് ചെയ്യുക. ഈ സർവീസിനെ ആക്സസ് ചെയ്യുമ്പോൾ ആ സർവീസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പോർട്സിലോട്ട് ഈ ട്രാഫിക്കിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ റൗട്ടിങ്ങിന്റെ ഫങ്ഷനാലിറ്റി അവിടെ ചെയ്യുന്നത് IP ടേബിൾ ആണ്. അതിന് പലതരത്തിലുള്ള മോഡ്സ് ഉണ്ട്. ഈ IP ടേബിളിലാണ് ഈ റൗട്ടിംഗ് മൊത്തം കൊണ്ടുവരുന്നത്. അത് ലിനക്സിന്റെ കേർണലിലുള്ള ഒരു റൗട്ടിംഗ് ഫീച്ചറാണ് IP ടേബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് റൗട്ട്സ് എഴുതി കൊടുക്കാം, ഏതൊക്കെ ട്രാഫിക് തമ്മിൽ എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സർവീസിന്റെ IP-ലോട്ട് വരുന്ന ട്രാഫിക്കിനെ ഈ പോഡിലോട്ട് സെൻഡ് ചെയ്യാനായിട്ടുള്ള റൗട്ടിംഗ് റൂൾസ് IP ടേബിൾസിൽ ക്രിയേറ്റ് ആവും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, ഈ പോഡ്സ് എപ്പോഴും ഡിലീറ്റ് ആവാം, റിക്രിയേറ്റ് ആവാം, പലതരത്തിലുള്ള IP കിട്ടാം.
അല്ലെങ്കിൽ പോർട്സിന്റെ എണ്ണം നമ്മൾ കൂട്ടാം. അപ്പൊ വീണ്ടും അതിന് കുറെ IP അഡ്രസ് കിട്ടാം. അപ്പൊ അതിനെ വീണ്ടും ലോഡ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഇൻഫർമേഷൻസ് ഒക്കെ IP ടേബിളിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക, അത് ആരാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഈ IP ടേബിളിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് ക്യുപ്രോക്സി എന്ന് പറയുന്ന സർവീസാണ്. ക്യുപ്രോക്സി ആണ് ആക്ച്വലി ഈ ഒരു ചേഞ്ചസ്, കുബർനെറ്റീസിൽ നടക്കുന്ന ചേഞ്ചസ് API സെർവറിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് ഈ IP ടേബിളിലോട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതാണ് ക്യുപ്രോക്സിയുടെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് സർവീസ് കുബർനെറ്റീസ് നെറ്റ്വർക്കിങ്ങിന്റെ ഉള്ളിൽ സർവീസും പോർട്സും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ സർവീസ് ലോഡ് ബാലൻസിങ്ങിൽ റാൻഡം ആയിട്ടുള്ള ഒരു ലോഡ് ബാലൻസിങ് ആണ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രോബബിലിറ്റിയുടെ അനുസരിച്ച്, ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ പോർട്സിലോട്ട് ട്രാഫിക് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാഫിക് ലോഡ് ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു പോഡിന് കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് സെഷൻ, ഫോർ എക്സാമ്പിൾ നമുക്ക് ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് ഒന്നും ഈ സർവീസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്, നമുക്ക് എപ്പോഴും 5 പോഡ് ഉണ്ടെങ്കിൽ, 6 പോഡ് ഉണ്ടെങ്കിൽ 6 പോഡിലോട്ട് ഈക്വൽ ആയിട്ടായിരിക്കും ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി നമുക്ക് ലോഡ് ബാലൻസിങ് സർവീസ് ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ ലിനക്സിന്റെ IPVS എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അത് IP ടേബിളിന്റെ പോലെ തന്നെ ലിനക്സ് കർണലിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു IP റൗട്ടിംഗ് ഫംഗ്ഷനാലിറ്റി ആണ്. ഓക്കെ, ആ ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലോഡ് ബാലൻസിങ് അൽഗോരിതംസ് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ആക്ച്വലി സർവീസ് അല്ലെങ്കിൽ പോഡ് നെറ്റ്വർക്കിംഗിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാഫിക്കിൽ നടക്കുന്ന കാര്യം. IP ടേബിൾ ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി അഷൂറിലോട്ട് വന്നു കഴിഞ്ഞാൽ അഷൂറിന് പലതരത്തിലുള്ള നെറ്റ്വർക്ക് പ്ലഗിൻ ഉണ്ട്. നമ്മളത് സംസാരിച്ചു അല്ലെ. അതിലെ നെറ്റ്വർക്ക് പ്ലഗിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ബൈ ഡിഫോൾട്ട് ക്യൂബനെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഉണ്ട്, അഷൂർ CNI എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഉണ്ട്. അഷൂർ CNIയിൽ തന്നെ 2 എൻഹാൻസ്മെന്റ് ഉണ്ട്. ഒന്ന് CNI ഡൈനാമിക്കും CNI ഓവർലേ ഉണ്ട്. നമ്മൾ ഈ പ്ലഗിൻസിനെ പറ്റിയാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നെറ്റ്വർക്ക് പ്ലഗിൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻസും അഷൂറിലുണ്ട്. ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാലിക്കോ, സിലിയോ ഒക്കെ പോലത്തുള്ള നെറ്റ്വർക്ക് പ്ലഗിൻസ് അഷൂറിലോട്ട് കൊണ്ടുവരാനും പറ്റും. സോ അഷൂർ ക്യൂബ്നെറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. സോ അഷൂർ ക്യൂബ്നെറ്റിനെ പറ്റി ആദ്യം നമുക്ക് നമ്മുടെ ക്ലസ്റ്റർ നോക്കാം. ഇവിടെ ഒരു AKS ക്ലസ്റ്റർ ഉണ്ട്. ആ AKS ക്ലസ്റ്ററിൽ 2 നോഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതിൽ ക്യൂബ്ലെറ്റ് ഉണ്ട് API ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ക്യുപ്രോക്സി ഉണ്ട് ഈ IP ടേബിൾസും അതിലുള്ള, അതുപോലെ തന്നെ നോഡ്സും തമ്മിലുള്ള ഈ നെറ്റ്വർക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, IP ടേബിൾസിനെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ക്യുപ്രോക്സി എന്ന് പറയുന്ന ഒരു സർവീസും കുബർനെറ്റീസിന്റെ ഉള്ളിൽ റൺ ചെയ്യുന്നുണ്ട്. നമുക്കിനി ഒരു വിർച്വൽ നെറ്റ്വർക്ക് ഉണ്ട്. ആ വിർച്വൽ നെറ്റ്വർക്കിൽ നമ്മളൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, AKS സബ്നെറ്റ് എന്ന് പറയുന്നത്. ഈ നോഡ്സിന്റെ ഉള്ളിൽ പോർട്സ് ഉണ്ട്. ഈ പോർട്സിന് ഒരു വിർച്വൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് ഉണ്ട്. അതുപോലെ പോഡിനൊരു CIDR ഉണ്ട്. ഇതാണ് ക്യൂബ്നെറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇതൊരു ബേസിക് അല്ലെങ്കിൽ ഒരു നേറ്റീവ് കുബർനെറ്റീസ് വേയിലാണ് ക്യൂബ്നെറ്റ് എന്ന് പറയുന്ന പ്ലഗിൻ വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ പോഡ്സിന് IP കിട്ടുന്നത് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ക്ലസ്റ്ററിന്റെ ഉള്ളിൽ ഒരു IPAM ഉണ്ട്, അല്ലെങ്കിൽ IP അഡ്രസ് സ്പേസ് ഉണ്ട്. ആ IP അഡ്രസ് സ്പേസിൽ നിന്നാണ് ഈ പോഡ്സിന് IP കിട്ടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 10.244.0.0/16 എന്ന് പറയുന്ന ഒരു IP റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ നിന്ന് ഓരോ നോഡിനും /24 എന്ന് പറയുന്ന രീതിയിലാണ് IP ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, /16 നിന്ന് ഓരോ നോഡ് ക്രിയേറ്റ് ആകുമ്പോഴും ഓരോ നോഡിനും /24 IP ക്രിയേറ്റ് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിന് ഈ പോർട്സിന് IP കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ക്യൂബ്നെറ്റ് പ്ലഗിന്റെ വർക്കിംഗ് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ പോഡ് എല്ലാം കൂടി ഒരു വിർച്വൽ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്റേണൽ സ്വിച്ച് ആണ്, അതൊരു ബ്രിഡ്ജ് ആണ്.
അത് കുബർനെറ്റീസിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമാറ്റിക്കലി ഉള്ള ഒരു സ്വിച്ച് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സർവീസ് CIDR ഉണ്ട്. അത് ഈ കുബർനെറ്റീസിനെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സസ് ആണ്. ആ IP അഡ്രസ്സിനും ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ IP ടേബിൾസ് ഉണ്ട്. ഈ IP ടേബിൾസിൽ ഈ സർവീസും പോഡും തമ്മിലുള്ള റൗട്ടിങ്ങും അതുപോലെ ഈ നോഡ് 1ഉം നോഡ് 1ലിരിക്കുന്ന കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പോർട്സും നോഡ് 2ലിരിക്കുന്ന പോർട്സും തമ്മിലുള്ള നെറ്റ്വർക്കിങ്ങും ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രാഫിക് എങ്ങനെയാണ് അപ്പുറത്തെത്തുന്നത് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IP ടേബിളിൽ ഇതിനറിയാത്ത ഡെസ്റ്റിനേഷൻ, ഫോർ എക്സാമ്പിൾ 0.0.0 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലുള്ള എല്ലാ ട്രാഫിക്കിനും എന്ത് ചെയ്യും, ഈ നോഡിന്റെ ഇന്റർഫേസ് വഴിയാണ് അത് കടത്തിവിടുന്നത്. ബാക്കിയുള്ള കണക്ഷൻസ്, ഇവനെ അറിയുന്ന നെറ്റ്വർക്സിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം അതിന്റെ ഉള്ളില് റൗട്ടിങ്ങിലോട്ട് സെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു സർവീസ് 10.0.0.83 എന്ന് പറയുന്ന സർവീസ് IP ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം അതിന്റെ പുറകിലുള്ള പോർട്സിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ IP ടേബിളിൽ ഈ IP വഴി സെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമ്മുടെ നോട്ട്സിന് ഈ AKS സബ്നെറ്റിൽ നിന്ന് രണ്ട് ഇന്റർഫേസ് വഴി 2 IP കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മള് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സോഴ്സ് ഡെസ്റ്റിനേഷൻ 0.0.0 എന്ന് പറയുന്ന IP അഡ്രസ് വരികയാണെങ്കിൽ അത് നോഡിന്റെ ഇന്റർഫേസ് വഴി സെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഈ ട്രാഫിക് ഇവിടെ നോഡിന്റെ ഇന്റർഫേസിലെത്തും. നോഡിന്റെ ഇന്റർഫേസിൽ IP ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ IP ഫോർവേഡിംഗ് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, ഈ ഇന്റർഫേസിലൂടെ എത്തിക്കഴിയുമ്പോൾ ഈ നോഡിന്റെ IPക്ക് ഈ വരുന്ന ട്രാഫിക്കിനെ എങ്ങോട്ട് സെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നോഡ് ഇരിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്, 192.168.10.4 ആണ് അല്ലെ, 10.4 ആണ്. അപ്പൊ ഈ നെറ്റ്വർക്കിന് ഈ ട്രാഫിക് എങ്ങോട്ട് സെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഈ പോഡിനെ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതിരിക്കുന്നത് 10.244.1.73 10.244.2.100 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പോഡിന് ഇവിടേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രാഫിക് ഈ നോഡിന്റെ ഇന്റർഫേസ് വഴി പുറത്തിറങ്ങി ഈ ഇന്റർഫേസ് വഴി കയറി ഇപ്പുറത്തെത്തണം. പക്ഷെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് അത് ഈ ഇന്റർഫേസ് വരെ എത്തും IP ടേബിളിന്റെ റൂൾ അനുസരിച്ച്. പക്ഷെ ഇവിടെ നിന്ന് ആ ട്രാഫിക്കിനെ എങ്ങോട്ട് സെൻഡ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഇന്റർഫേസിന് അറിയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് ക്രിയേറ്റ് ചെയ്യണം ഈ സബ്നെറ്റിന്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം 10.244.2.0 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലോട്ട് ട്രാഫിക് വരുവാണെങ്കിൽ അത് ഈ ഒരു ഇന്റർഫേസിലോട്ട് സെൻഡ് ചെയ്യാനായിട്ട് പറയണം. ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യണേ, നമ്മളിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് പ്രസന്റേഷൻ ആണ്. ഒന്ന് മെയിൻ സ്ക്രീനകത്ത്. ഓക്കെ, സോറി. അപ്പം ഇവിടുത്തെ IP ടേബിൾ അനുസരിച്ച് 0.0.0 വരുന്ന എല്ലാ ട്രാഫിക്കിന്റെ നോഡിന്റെ ഇന്റർഫേസിലോട്ട് സെൻഡ് ചെയ്യാനാണ് പറയുന്നത്. ബാക്കിയുള്ള റൗട്ട്സ് എല്ലാം ഇവിടെ ഉണ്ടാവും. ഇവിടേക്ക് വേണ്ട ട്രാഫിക് റൗട്ടിംഗ് എല്ലാം ഈ IP ടേബിൾ ഉണ്ടാവും. അപ്പൊ ഇത് ഈ നോഡിന്റെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ 0.0.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അൺനോൺ ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്ത് വന്നാലും പുറത്തോട്ട് ഈ ഒരു നോഡിന്റെ ഇന്റർഫേസ് കാർഡിലോട്ട് സെൻഡ് ചെയ്യാൻ പറയും. ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ ഇതിനറിയില്ല ഈ ട്രാഫിക്കിന് എന്ത് ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ നോഡിൽ ഈ പോഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും നെറ്റ്വർക്ക് വ്യത്യാസമാണ്. ഇത് 1 ഡോട്ട് നെറ്റ്വർക്ക് ആണ്, ഇത് 2 ഡോട്ട് നെറ്റ്വർക്ക് ആണ്. ഇവിടെ എത്തുമ്പോൾ ഈ 2 ഡോട്ട് നെറ്റ്വർക്കിനെ പറ്റി ഈ ഒരു ഇന്റർഫേസിന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഇതിനാകെ അറിയുന്നത് ഈ സബ്നെറ്റിന്റെ ഉള്ളിലുള്ള നെറ്റ്വർക്കും ഈ വിർച്വൽ നെറ്റ്വർക്കിന്റെ ഉള്ളിലുള്ള നെറ്റ്വർക്കിനെ പറ്റിയായിരിക്കും അറിയുന്നുണ്ടാവുക. അപ്പൊ യൂഷ്വലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ട്രാഫിക് ഈ VNetന്റെ റൗട്ടറിലോട്ട് സെൻഡ് ചെയ്യും. ആ റൗട്ടർ ഇത് പുറത്തോട്ട് സെൻഡ് ചെയ്യും. അവർക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ പാക്കറ്റ് ഡ്രോപ്പ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടേക്ക് പോകേണ്ട ട്രാഫിക് ഈ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ പോകും അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ പുറത്തേക്ക് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ സബ്നെറ്റിൽ യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് എഴുതി കൊടുക്കും. ഇപ്പൊ യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഇതിൽ പറയുന്നത് എന്താണ്, 10.244.2.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇന്റർഫേസ് വഴി ഈ ട്രാഫിക്കിനെ അടുത്ത നോഡിലോട്ട് അല്ലെങ്കിൽ നോഡിന്റെ ഇന്റർഫേസ് വഴി നോഡിന്റെ ഉള്ളിലോട്ടുള്ള നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാണ്.
ഓക്കെ, അതാണ് യൂസർ ഡിഫൈൻഡ് റൗട്ടിങ് ചെയ്യുന്നത്. അത് ക്യൂബ്നെറ്റിൽ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ആം ടെംപ്ലേറ്റ്സ് അഷൂർ ആം ചെയ്തോളും. ടെംപ്ലേറ്റ്സ് അല്ല, അഷൂർ ആം ചെയ്തോളും. അത് നമ്മൾ ക്യൂബ്നെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി UDR എല്ലാം ക്രിയേറ്റ് ആവും. പക്ഷെ തിരിച്ചും അതേപോലെ ട്രാഫിക് വരണമെങ്കിൽ തിരിച്ചും അതുപോലെയുള്ള റൗട്ടിംഗ് റൂള് ഇവിടെ എഴുതി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ട്രാഫിക് 10.5 എത്തിക്കഴിയുമ്പോൾ ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന് ഒരു ഫീച്ചർ ഉണ്ട്, IP ഫോർവേഡിങ് ഡിസേബിൾഡ് ആയിരിക്കും ബൈ ഡിഫോൾട്ട്. അങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10.5 ഡെസ്റ്റിൻ ആയിട്ടുള്ള ഒരു പാക്കറ്റ് അല്ലാതെ വേറെ ഒന്നിനെയും ഇത് ഉള്ളിലോട്ട് കടത്തിവിടില്ല. ഇവിടെ വെച്ച പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്യും. IP ഫോർവേഡിങ് എനേബിൾ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു നെറ്റ്വർക്കിലോട്ട് വരുന്ന ട്രാഫിക്കിനെ ഈ നിക് കാർഡ് ഇതിന്റെ ഉള്ളിലോട്ട് കടത്തിവിടുള്ളൂ. അപ്പൊ നമ്മൾ അതും ഇതിൽ എനേബിൾ ചെയ്യണം, എന്നാൽ മാത്രമാണ് ഈ ഒരു നെറ്റ്വർക്കിംഗ് വർക്ക് ആവുള്ളൂ. പക്ഷെ ഇത് നമ്മളായിട്ട് മാനുവലി ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി ക്യൂബ്നെറ്റ് പ്ലഗിൻ യൂസ് ചെയ്യുമ്പോൾ ക്യൂബ്നെറ്റ് പ്ലഗിൻ യൂസ് ചെയ്തൊരു ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അതിൽ കോൺഫിഗർഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്യൂബ്നെറ്റിൽ നടക്കുന്നത്. നമ്മൾ UDRs എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഡിന് ഒരു CIDR റേഞ്ച് വേണം, പിന്നെ IP ഫോർവേഡിങ് എനേബിൾ ചെയ്യണം, UDR യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് കൂടെ എഴുതി കൊടുക്കണം. ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDR മാക്സിമം 400 റൗട്ട്സ് ആണ് ഒരു UDRൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒരു സബ്നെറ്റിൽ ഒരു UDR ആണ് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്യൂബ്നെറ്റ് എന്ന് പറയുന്ന പ്ലഗിൻ യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം നമുക്ക് 400 നോഡ്സ് ആണ് ഒരു ക്ലസ്റ്ററിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതൊരു ലിമിറ്റേഷൻ ആണ്, നമുക്ക് സ്കെയിലബിലിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു നോഡിന്റെ ഉള്ളിൽ മാക്സിമം നമുക്ക് 250 പോർട്ട്സേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം, മിനിമം 110 ആണ്, മാക്സിമം 250 പോർട്ട്സേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോഡിന്റെ CIDR ബ്രേക്ക് ചെയ്തിട്ട് ഓരോ നോഡിനും /24 IP റേഞ്ചേ കിട്ടുള്ളൂ. അപ്പൊ അത് പ്രകാരം 255 IP അഡ്രസ് ആണ് ടോട്ടലി ഉണ്ടാവുക. അതിൽ റിസർവ്ഡ് IP അഡ്രസ് കഴിഞ്ഞിട്ട് ബാക്കി 250 IP അഡ്രസ് ആണ് മാക്സിമം പോഡിന് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ നോഡിനുള്ള അതിന്റെ കൂടുതൽ പോർട്ട്സ് വരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ IP അഡ്രസ് കിട്ടില്ല, അതുകൊണ്ട് പോർട്ട്സിന് ക്രിയേറ്റ് ആവാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ലിമിറ്റേഷൻ ആണ്. മാക്സിമം 250 ഇതാണ് ഇതിൽ പോസിബിൾ ആയിട്ടുള്ളത്. മിനിമം 110 പറ്റും. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ടുള്ളത് 110 ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സബ്നെറ്റിൽ നമ്മൾ IPv4ഉം IPv6ഉം കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 തരത്തിലുള്ള IP നെറ്റ്വർക്കിംഗ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ UDRന്റെ 200 റൗട്ട്സ് IPv6നും 200 റൗട്ട്സ് IPv4നും പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു AKS ക്ലസ്റ്ററിൽ ടോട്ടലി നമുക്ക് 200 നോഡ്സ് ആണ് ടോട്ടലി പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെയാണ് ക്യൂബ്നെറ്റിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്കെയിലബിലിറ്റി കുറവാണ്, അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ റൗട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. നാറ്റിംഗ് അല്ല, റൗട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. IP ഫോർവേഡിങ് എനേബിൾ ചെയ്യണം. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ഡെവ് എൻവയോൺമെന്റിലോട്ടൊക്കെ ഇത് ഡിപ്ലോയ് ചെയ്യാം. പക്ഷെ സ്കെയിലബിലിറ്റിയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ കണക്ടിവിറ്റി ഒക്കെ പാടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എൻവയോൺമെന്റിൽ വേറെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു അഷൂർ റിസോഴ്സിന് ഡയറക്ട്ലി പോഡിനെ ആക്സസ് ചെയ്യണം, പോഡിന്റെ IPയിൽ പോഡിനെ ആക്സസ് ചെയ്യണം എന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. ഓക്കെ, പകരം നമുക്ക് സർവീസസിൽ ലോഡ് ബാലൻസിങ് സർവീസസിൽ ടൈപ്പ് ലോഡ് ബാലൻസർ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഗ്രസ് കൺട്രോളർ പ്ലേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ കോഡിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് അഷൂർ CNIയിലോട്ട് ഒന്ന് നോക്കാം, എങ്ങനെയാണ് അഷൂർ CNI വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഷൂർ CNIയിൽ ഇതേപോലെ തന്നെ പോർട്സ് നോഡ്സ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്സിന് IP അഡ്രസ് കിട്ടുന്നത് ഈ ഒരു സബ്നെറ്റിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, AKSന്റെ സബ്നെറ്റിൽ നിന്നാണ് പോർട്സിന് IP അഡ്രസ് കിട്ടുക. അപ്പൊ അതെങ്ങനെ പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ IP അഡ്രസ് എല്ലാം ഈ ഒരു നോഡ്സിന്റെ IP കോൺഫിഗിൽ IP ഇന്റർഫേസിൽ ഓൾറെഡി അസൈൻഡ് ആയിരിക്കും. ഇത് തമ്മിലുള്ള വിർച്വൽ മാപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ /24 സബ്നെറ്റ് ആയതുകൊണ്ട് മാക്സിമം ഇത് രണ്ടും ഷെയർഡ് ആയതുകൊണ്ടും വളരെ കുറച്ച് പോർട്സ് മാത്രമേ നമുക്ക് ഇതിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സബ്നെറ്റ് വലുതാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പോർട്സിനെ ഇതിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിങ്ങിന്റെ IP അഡ്രസ്സസ് ഒരുപാട് ഇത് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഒരു 1000 പോർട്സ് റൺ ചെയ്യണം, 1000 പോഡ് റൺ ചെയ്യണം, അത്രയും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമുക്ക് വേണമെങ്കിൽ അത്ര IP അഡ്രസ് നമുക്ക് വേണം.
അല്ലെങ്കിൽ ഈ ഒരു അഷ്യൂർ CNI പ്ലഗിൻ നമുക്ക് സ്കെയിലബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ കുബർനെറ്റീസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏത് പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്, കുബർനെറ്റ് ആണോ അഷ്യൂർ CNI ആണോ? അഷ്യൂർ CNI ആണെങ്കിൽ നിങ്ങളുടെ IP ലാൻഡ്സ്കേപ്പിൽ എന്തോരം IP ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ചിന്തിക്കണം. ഇനി നമുക്ക് അതിന്റെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ ആണ് അഷ്യൂർ CNI ഡൈനാമിക് എന്ന് പറയുന്നത്. അതും സെയിം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിലെ എൻഹാൻസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അഷ്യൂർ CNIയിൽ ഈ പോഡ്സിന് കിട്ടുന്ന IP അഡ്രസ്സ് നോഡ് ഇരിക്കുന്ന അതേ സബ്നെറ്റിൽ നിന്നാണ് കിട്ടിയിരുന്നത്. പക്ഷെ അഷ്യൂർ CNI ഡൈനാമിക് വരുമ്പോൾ പോഡ്സിന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു സബ്നെറ്റിൽ നിന്ന് IP എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ഒരു നെറ്റ്വർക്ക് ഫിൽറ്ററിംഗിൽ നോഡ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഫിൽറ്ററിംഗ് റൂൾസ് എഴുതിയിട്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, പോഡിന് IP കിട്ടുന്ന ഇവിടെ നിന്ന് ആയതുകൊണ്ട് ആ റൂള് പോഡ്സിനും ബാധിക്കും, പോഡ്സിന് അപ്ലിക്കബിൾ ആവും. ഓക്കെ, അപ്പൊ അതിനൊരു റിലാക്സേഷൻ കിട്ടും. അത് കൂടാതെ തന്നെ ഇവിടെ നമുക്ക് IP അഡ്രസ് മാക്സിമം യൂസ് ചെയ്യാനായിട്ടും പറ്റും. 250 IP അഡ്രസ് അലൊക്കേഷൻ അതിലോട്ട് കിട്ടും. കാരണം വേറൊരു സബ്നെറ്റിൽ നിന്നാണ് ഈ ഒരു IP അഡ്രസ് എല്ലാം പോഡിന് കിട്ടുന്നത്. അത് ഇതിന്റെ ഒരു ഒരു ഡൗട്ട്, ബേസിക്കലി അഷ്യൂർ CNI എന്ന് പറഞ്ഞാല് ആ VNetന്റെ IP റേഞ്ച് പോഡ്സിനും വരുമല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ ആ VNetൽ വേറൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ലാർജ് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് വരുന്നത്? അതെ അതെ, നമ്മളൊരു VNetന്റെ ഉള്ളില് വേറൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം, അത് പോഡിന് വേണ്ടിയിട്ട്. നമ്മളിപ്പം ക്യൂബ്നെറ്റിൽ കണ്ടു, നമ്മളൊരു പോഡിന് വേണ്ടിയിട്ട് ഒരു CIDR ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ക്ലസ്റ്ററിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലെ? അതൊരു പ്രൈവറ്റ് IP റേഞ്ച് ക്യൂബ്നെറ്റിന്റെ ഉള്ളിൽ, അത് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ ആണ് പ്ലേസ് ആവുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അഷ്യൂറിന്റെ വിർച്വൽ നെറ്റ്വർക്കിന്റെ ഉള്ളിലുള്ള ഒരു സബ്നെറ്റിൽ നമുക്ക് പോഡിന് വേണ്ടിയിട്ടുള്ള IP അഡ്രസ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ആ സബ്നെറ്റിൽ നിന്ന് പോഡിന് IP അഡ്രസ് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റും. അത് AKSന്റെ നോഡ്സ് ഇരിക്കുന്ന സബ്നെറ്റിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത് ഈ CNI ഡൈനാമിക് ഇപ്പൊ നമ്മൾ നോർമലി AKS ക്രിയേറ്റ് ചെയ്യുമ്പോൾ there is an ഓപ്ഷൻ ക്യൂബ്നെറ്റ് വേണോ അതോ CNI വേണോ, അഷ്യൂർ CNI വേണോന്നോ? അപ്പൊ ഈ CNI ഡൈനാമിക് ഒരു മൂന്നാമതൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പൊ. വരുന്നുണ്ട്. അത് നമ്മൾ പോർട്ടൽ വഴി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മേ ബി കിട്ടണമെന്നില്ല. പക്ഷെ CLI വഴി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് CNI ഡൈനാമിക് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം പറ്റുമല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. ഇനി ഇതിന്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഈ ഒരു വിർച്വൽ നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമുക്കിപ്പം ഈ ഒരു CNI ഡൈനാമിക്കിന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, വേറെ വിർച്വൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഇവിടെ ഒരു വിർച്വൽ നെറ്റ്വർക്ക് ഉണ്ട്, ആ വിർച്വൽ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ഒരു സബ്നെറ്റ് ഉണ്ട്. ഈ സബ്നെറ്റിലോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോർട്സിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ നോഡുമായിട്ടുള്ള വിർച്വൽ നെറ്റ്വർക്കും ഇതും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അപ്പൊ അത് ഈ അഷ്യൂർ CNI ഡൈനാമിക് എന്നുള്ളത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ നെക്സ്റ്റ് പ്ലഗിൻ, ലാസ്റ്റ് പ്ലഗിൻ ആണ് അഷ്യൂർ CNI ഓവർലേ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഉണ്ട്. അത് ബേസിക്കലി എക്സാക്ട് സിമിലർ ടു ക്യൂബിനെറ്റ് ആണ്. ക്യൂബിനെറ്റിൽ അതേ ഫംഗ്ഷനാലിറ്റി ആണ് ഇതിൽ നടക്കുന്നത്. പക്ഷെ ക്യൂബിനെറ്റിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDR ആണ്, യൂസർ ഡിഫൈൻഡ് റൗട്ടിങ്ങിന്റെ ലിമിറ്റേഷൻ കൊണ്ട് നമുക്ക് നോട്ട്സിന്റെ സ്കെയിലബിലിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മീൻസ് നമ്പർ ഓഫ് നോട്ട്സ് യൂസ് ചെയ്യുന്നത്, ക്ലസ്റ്ററിലെ നോട്ട്സ് യൂസ് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. 400-200 ഉള്ളിൽ ലിമിറ്റ് ആകുമായിരുന്നു. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാറ്റിംഗ് ആണ് നടക്കുന്നത്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഒരു പോഡ് അടുത്ത നോഡിലുള്ള ഒരു പോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ വേറെ റിസോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ആ ട്രാഫിക്കിന് ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ IP വെച്ച് നാറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ UDRന്റെ ആവശ്യം വരുന്നില്ല. അതാണ് അഷ്യൂർ CNI ഓവർലേ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇവിടെ നാറ്റ് ആണ് ബേസിക്കലി നടക്കുന്നത്. ബാക്കി എല്ലാ ഫംഗ്ഷനാലിറ്റി ക്യൂബിനെറ്റിന്റെ പോലെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്നൊന്ന് അഷ്യൂറിൽ നോക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ആ അനോട്ടേഷനും ഷെയർ ചെയ്യാം, ഇന്റേണൽ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്യൂബ്നെറ്റ് നോക്കാം. അപ്പൊ ക്യൂബ്നെറ്റിന്റെ നെറ്റ്വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം,
ഇത് പോഡിന്റെ CIDR ആണ്. പോഡിന് കിട്ടുന്ന IP അഡ്രസ് റേഞ്ച് ആണ്. അത് ഒരു ക്ലസ്റ്ററിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അതുപോലെ സർവീസ് CIDR, നേരത്തെ പറഞ്ഞ പോലെ ഈ പോഡ്സിന് ക്ലസ്റ്ററിന്റെ ഉള്ളിലുള്ള റിസോഴ്സസിനെ ആക്സസ് ചെയ്യാനും അതിൽ പുറത്തുള്ള റിസോഴ്സസിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് സർവീസ് വെച്ചിട്ടാണ്, സർവീസിന്റെ IP വെച്ചിട്ടാണ്. ആ IPക്ക് വേണ്ട CIDR ആണ് ഇത്. ഓക്കെ. ഇനി ആ ഒരു സർവീസിന് നെയിം വെച്ച് കോൾ ചെയ്യാനായിട്ട് ഒരു DNS IP കൊടുക്കണം. അപ്പൊ ആ DNSന്റെ IP ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ക്യൂബ്നെറ്റിന്റെ ഫങ്ഷനാലിറ്റി, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ ഇതിന്റെ നോഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ 2 നോഡ്സ് ഉണ്ട്. ഈ ഒരു നോഡ് പൂളില്, സ്കെയിൽസെറ്റിന്റെ നോഡ് പൂളില് നമുക്ക് കുറച്ചുകൂടി ഫോൺ സൈസ് കൂട്ടാൻ പറ്റുമോ? ഓക്കെ. ഓക്കെ. ഇപ്പോഴോ? ഓക്കെ. ഇതിൽ 2 നോഡ്സ് ഉണ്ട്. ഈ നോഡ്സിന് രണ്ടിനും എന്ത് കിട്ടും? ഈ സബ്നെറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ AKS അല്ലെങ്കിൽ അഷൂറിന്റെ വിർച്വൽ സബ്നെറ്റിൽ നിന്ന് 2 IP അഡ്രസ് കിട്ടും. ബാക്കി വേറൊരു IP അഡ്രസ്സും ഇതിലോട്ട് വരില്ല. പിന്നെ നമുക്ക് ലോഡ് ബാലൻസർ, നമ്മൾ സർവീസിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ലോഡ് ബാലൻസർ ടൈപ്പ് വെച്ച് എക്സ്പോസ് ചെയ്യുമ്പോൾ ആ ലോഡ് ബാലൻസറിനും ഇതേ സബ്നെറ്റിൽ നിന്ന് IP എടുക്കാനായിട്ട് പറ്റും. പ്രൈവറ്റ് ഇന്റേണൽ ലോഡ് ബാലൻസർ ആണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ റൗട്ടിംഗ് റൂള് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പൊ അഷ്യൂർ കുബർനെറ്റീസിൽ നിങ്ങളൊരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൺട്രോൾ പ്ലെയിൻ ഒരു സബ്നെറ്റിൽ, ഒരു റിസോഴ്സ് ഗ്രൂപ്പിലും, അതിന്റെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കോമ്പോണൻസ് എല്ലാം വേറെ റിസോഴ്സ് ഗ്രൂപ്പിലാണ് കിടക്കുന്നുണ്ടാവും. അപ്പൊ 2 റിസോഴ്സ് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ക്ലസ്റ്ററിലെ കോമ്പോണൻസ് കിടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു യൂസർ ഡിഫൈൻഡ് റൗട്ട് ക്രിയേറ്റ് ആവും. ആ ഡിഫൈൻഡ് റൗട്ട് ടേബിൾ ക്രിയേറ്റ് ആവും. ആ റൗട്ട് ടേബിളിന്റെ റൗട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 അഡ്രസ് പ്രിഫിക്സ് ആണുള്ളത്. 0.0/24 1.0/24 ആണുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്റെ നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് 0.5 0.4 റെസ്പെക്റ്റീവ്ലി ആണ്. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ നോഡിന്റെ IP അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോഡിന്റെ IP അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആ നോഡിന്റെ IP അഡ്രസ് ആണെന്ന് മനസ്സിലാവും. ഇത് ഒരു നോഡിന്റെ IP അഡ്രസ് ആണ്. അതിന്റെ ഉള്ളിലുള്ള പോഡിന്റെ നെറ്റ്വർക്ക് ഇതാണ്. ഓക്കെ. ഈ നെറ്റ്വർക്കിലോട്ട് എന്ത് ട്രാഫിക് വരുവാണെങ്കിലും ഈ ഒരു IP-ലോട്ട് സെൻഡ് ചെയ്യാനാണ് ഈ ഒരു റൗട്ടിംഗ് റൂള് പറയുന്നത്. അടുത്ത നോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1.0 നെറ്റ്വർക്കിലാണ് അതിന്റെ പോർട്ട് CIDR കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആ നെറ്റ്വർക്കിലോട്ട് എന്ത് ട്രാഫിക് പുറത്തു നിന്ന് വരുവാണെങ്കിലും ആ നോഡിന്റെ IP-ലോട്ട് റൗട്ട് ചെയ്ത് പോകാനാണ് ആ റൗട്ട് ടേബിൾ പറയുന്നത്. ഈ റൗട്ട് ടേബിൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ AKS നോഡ് പ്ലേസ് ആയിട്ടുള്ള സബ്നെറ്റിലായിരിക്കും. ഓക്കെ. ഇതാണ് ക്യൂബ്നെറ്റ് ഇൻ ജനറൽ പറയുന്നത്. ഇനി അതിൽ IP ഫോർവേഡിങ്ങും എനേബിൾഡ് ആയിരിക്കും. ബിക്കോസ് അല്ലെങ്കിൽ ഈ നോഡിലോട്ട് വരുന്ന ട്രാഫിക് അവന് പരിചയമില്ലാത്തൊരു നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ആയി പോകും. അതുകൊണ്ട് IP ഫോർവേഡിങ് എനേബിൾ ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കും? അതിന്റെ ഉള്ളിലോട്ട് ആ ട്രാഫിക്കിനെ കടത്തിവിടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ക്യൂബ്നെറ്റിൽ ശ്രദ്ധിക്കുന്നത്. ഇത് നിങ്ങൾ അഷ്യൂർ CNI എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നെറ്റ്വർക്കിംഗ് കോൺഫിഗറേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പോഡ് CIDR എന്ന് പറയുന്ന ആ ഒരു IP അഡ്രസ് സ്പേസ് ഇവിടെ കാണാൻ പറ്റില്ല. ഇതിന്റെ പ്ലഗിൻ അഷ്യൂർ CNI ആണ്. പക്ഷെ പോഡ് CIDRന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഇതിന് കിട്ടുന്ന IP അഡ്രസ് എല്ലാം ഡയറക്ട്ലി AKS നോഡിന്റെ സബ്നെറ്റിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ. സർവീസ് CIDR സ്റ്റിൽ അവിടെ ഉണ്ട്. കാരണം കുബർനെറ്റീസിലെ പോഡ്സിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് സർവീസസ് ആണ് യൂസ് ചെയ്യുന്നത്. IP വെച്ചിട്ടാണ് എക്സ്പോസ് ചെയ്യുന്നത്. അത് DNS വെച്ചിട്ടല്ല ആ ഒരു എക്സ്പോഷർ നടക്കുന്നത്. IP ഒരു സ്റ്റേബിൾ കോമ്പോണന്റ് ആയതുകൊണ്ടാണ് IP വെച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന് ഈ IP കിട്ടുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിൽ പോയി എന്ന് വിചാരിക്കാം. ഇതാണ് ഇതിന്റെ നെറ്റ്വർക്ക്, അഷ്യൂർ CNIയുടെ നെറ്റ്വർക്ക്. സോറി, ലെറ്റ് മീ സെർച്ച്. ഓക്കെ.
അഷൂർ സീനയുടെ വീനെറ്റ് ഇതാണ്. ആ വീനെറ്റിൽ കണക്റ്റഡ് ഡിവൈസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നോഡ്സിന് എത്ര പോഡാണോ നമ്മൾ ആ ഒരു നോഡിൽ പ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അത്രയും IP അഡ്രസ് ഓൾറെഡി ലീസ് ആയി കഴിഞ്ഞു. ഈ സബ്നെറ്റിൽ നിന്ന് ഓൾറെഡി ഇത്രയും IPs നോഡ്സിന് അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇവിടെ 3 നോഡാണുള്ളത്. 3 നോഡിനും IP അഡ്രസ് ഇതിൽ നിന്ന് ലീസ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു സബ്നെറ്റേ ഉള്ളൂ, AKS സബ്നെറ്റ്. അതിൽ ഓൾറെഡി കുറെ IPs അസൈൻ ചെയ്ത് കഴിഞ്ഞു. അത് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് വെച്ചാൽ എത്ര പോഡ് നമ്മുടെ നോഡിൽ നമ്മൾ കൊടുക്കുന്നു എന്നനുസരിച്ചാണ്. ബൈ ഡിഫോൾട്ട് അത് 30 പോഡായിരിക്കും, 30 പോഡ്സ് ആയിരിക്കും. അപ്പൊ 30 IP അഡ്രസ് ഈ ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ ഈ നോഡ്സിന്റെ IP ഇന്റർഫേസിലോട്ട് കണക്ട് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ 250 IP കൊടുത്തിട്ടുണ്ടെങ്കിൽ 250 പോഡാണ് ഒരു നോഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 250 IP അഡ്രസ് ആ ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സബ്നെറ്റിൽ നിന്ന് ഈ ഒരു നോഡിന്റെ IP ഇന്റർഫേസിലോട്ട് അഡീഷണൽ IPs ആയിട്ട് ആഡ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ IP ഒക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ഡിസൈൻ ചെയ്യാനായിട്ട്. നമ്മുടെ IP അഡ്രസ് ഈ 250 ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം യൂഷ്വലി കാണുന്നത്, നമ്മൾ ക്ലസ്റ്റർ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പഴയ നോഡ്സിനെ പുതിയ നോഡ് പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ നോഡ്സ് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് മൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, പഴയ നോഡ്സിനെ ഡിപ്ലിക്കേറ്റ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അഷൂറിലെ ക്ലസ്റ്റർ അപ്ഗ്രേഡ് അങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പുതിയൊരു നോഡ് പോൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് പോർട്സിനെല്ലാം ട്രെയിൻ ചെയ്ത് അടുത്ത നോഡ് പോളിലോട്ട് മാറ്റും. അതിനുശേഷം പഴയ നോഡ് പോൾ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ നമുക്ക് പുതിയ നോഡ് പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഫീഷ്യന്റ് IP അഡ്രസ് സ്പേസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അപ്പൊ അതൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ അഷൂർ സീന ഡൈനാമിക് ഉള്ളത് കൊണ്ട് നമുക്ക് പുതിയ നോഡ് പോൾ വേറൊരു സബ്നെറ്റിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ സബ്നെറ്റിൽ നമുക്ക് പോർട്സിനെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിനു ശേഷം പഴയ നോഡ് പോളിനെ റിമൂവ് ചെയ്ത് കളയാനും പറ്റും. അങ്ങനെ ഇപ്പൊ ഒത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ക്ലസ്റ്ററിന്റെ CNI ക്ലസ്റ്ററിന്റെ നോഡ് പൂളിന്റെ IP ഇന്റർഫേസിലോട്ട് ഒന്ന് പോയി നോക്കി നോക്കാം. അതിലെങ്ങനെയാണ് IP അഡ്രസ്സസ് അസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 2 നോഡാണുള്ളത്. സോറി, ഇൻസ്റ്റൻസ് 2ഉം 3 ആണുള്ളത്. സോറി, ഇവിടെ നിന്നല്ല നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു നോഡിന്റെ കോൺഫിഗറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നോഡ് പ്ലേസ് ചെയ്തിട്ടുള്ള റിസോഴ്സ് ഗ്രൂപ്പിൽ പോകണം. അവിടെ പോയതിനു ശേഷം ഇതാണ് നമ്മുടെ നോഡ്, AKS വിർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് കോമ്പോണന്റ് ആണ്. ഇവിടെ പോയതിനു ശേഷം ഈ നോഡിന്റെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ IP ഇന്റർഫേസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇത്രയും IP കോൺഫിഗറേഷൻസ് കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഇതെല്ലാം അഡീഷണൽ IP ആയിട്ട് ഈ ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസിൽ അസോസിയേറ്റ് ചെയ്തേക്കാണ്. ഈ IPs ആണ് പോർട്സിന് കിട്ടുന്നത്. അപ്പം ബൈ ഡിഫോൾട്ട് നമ്മൾ ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ 30 പോർട്സ് ഒന്നും ബൈ ഡിഫോൾട്ട് ഉണ്ടാവില്ല. പക്ഷെ ആ പോഡിന് വേണ്ട IP അഡ്രസ്സസ് എല്ലാം ഇവിടെ റിസർവ് ചെയ്ത് വെക്കും. പോഡ് എപ്പോഴാണ് അപ്പം വന്നത്, ഇതിൽ നിന്നൊരു IP ആ പോഡിന് കോൺഫിഗർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് അഷൂർ CNI വർക്ക് ചെയ്യുന്നത്. ഓവർലേയുടെ കേസിലാണെങ്കിൽ നമുക്ക് UDR ഉണ്ടാവില്ല, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഓവർലേയും ക്യൂബ്നെറ്റും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, കാരണം അതിന്റെ കോൺഫിഗറേഷൻസ് എല്ലാം ഏകദേശം സെയിം ആയിരിക്കും. ഓക്കെ, ഇത് യൂഷ്വലി ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്. കാരണം ഈ അഷൂറിന്റെ പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പ്രൊഫൈലിൽ നമ്മുടെ പോഡിന്റെ CIDR കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതൊരു പുതിയ ഫീച്ചർ ആയതുകൊണ്ട് ഇതിന്റെ JSON വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടും. നിങ്ങളുടെ പോഡിന്റെ CIDR ഇവിടെ കാണാനായിട്ട് പറ്റും. പക്ഷെ അത് പോർട്ടലിൽ കാണണമെന്നില്ല. ഓക്കെ, സർവീസിന്റെ CIDR ഇവിടെ ഉണ്ട്. ആ ഒരു ഇൻഫർമേഷൻ, അതിന്റെ IP അഡ്രസ് സ്പേസ് ഇൻഫർമേഷൻസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്യൂബിനെറ്റുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, UDR ഇല്ല, യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് ഇല്ല. അത് വെരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ക്ലസ്റ്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കോമ്പോണൻസ് പ്ലേസ് ചെയ്യുന്ന റിസോഴ്സ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ,
ഇതാണ് ഓവർലേയുടെ ബെനിഫിറ്റ്. ഓവർലേ ഇപ്പം യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതൊരു പുതിയ ഫീച്ചറായിട്ട് റിലീസ് ചെയ്തതാണ്. വളരെ വൈഡ് ആയിട്ടൊന്നും യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. കൂടുതലും ആൾക്കാർ ക്യൂബിനെറ്റിലും അതുപോലെ അഷ്യൂർ CNAയിലുമാണ് സ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വളരെ വലിയ യൂസ് കേസസ്, ഫോർ എക്സാമ്പിൾ ML AI വർക്ക് ലോഡ്സ് ഒക്കെ AKSൽ റൺ ചെയ്യുമ്പോഴാണ് ഒരുപാട് നോട്ട്സും ഇൻഫ്രാസ്ട്രക്ചർ സ്കെയിലിംഗ് ഒക്കെ ആവശ്യം വരുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള ഓവർലേ നെറ്റ്വർക്ക്സ് നല്ലതായിരിക്കും. പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. നാറ്റിംഗ് നടക്കുന്നുണ്ട്. യൂഷ്വലി അതൊരു വലിയ കൺസേൺ ആയിരുന്നു, ഒരു ഹോപ്പ് കൂടുതൽ അല്ലെങ്കിൽ നാറ്റിംഗ് ഇല്ല എന്നുള്ളത്. പക്ഷെ അതൊരു വളരെ മിനിമൽ പെർഫോമൻസ് ഇഷ്യൂസ് മാത്രമേ അവിടെ, പെർഫോമൻസ് ഡീഗ്രഡേഷൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ കമ്പാരിറ്റീവ്ലി. ഇനി അഷ്യൂറിന്റെ ഇന്റേണൽ അനോട്ടേഷൻ, ആ ഒരു ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഇന്റേണൽ അനോട്ടേഷൻ എന്ന് പറയുന്നത് ഈ YAML ഫയലിൽ ഒരു അനോട്ടേഷൻ ആഡ് ചെയ്താൽ മതി. സർവീസ് ബീറ്റ കുബർനെറ്റീസ് അഷ്യൂർ ഇന്റേണൽ ലോഡ് ബാലൻസർ എന്നുള്ളത് ട്രൂ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്റേണൽ ലോഡ് ബാലൻസർ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു Nginx ഡിപ്ലോയ്മെന്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിലെന്താണ് IP കിട്ടുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് അഷ്യൂർ CNI ക്ലസ്റ്ററിലോട്ടാണ്. ഇവിടെ ഞാൻ ആ കോൺഫിഗറേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഒരു Nginx പോഡും ഡിപ്ലോയ്മെന്റും പ്ലസ് ഒരു സർവീസുമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്ക് കിട്ടേണ്ട ലോഡ് ബാലൻസർ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നിന്ന് പ്രൈവറ്റ് IP അഡ്രസ് DC ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സർവീസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിപ്ലോയ്മെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ സർവീസിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ kubectl get സർവീസ് എടുത്തു കഴിഞ്ഞാൽ ആ സർവീസിന് കിട്ടിയിരിക്കുന്ന ലോഡ് ബാലൻസറിന്റെ IP ഇവിടെ പ്രൈവറ്റ് ആണ്. അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അഷ്യൂർ CNI ക്ലസ്റ്ററിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ക്ലസ്റ്റർ എടുക്കുക. ക്ലസ്റ്ററിന്റെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കോമ്പണൻസ് കിടക്കുന്ന റിസോഴ്സ് ഗ്രൂപ്പിലോട്ട് നാവിഗേറ്റ് ചെയ്യാം. അതിന്റെ ഉള്ളിൽ ഇപ്പോൾ 2 ലോഡ് ബാലൻസർ ഉണ്ടാവും. ഒരു ലോഡ് ബാലൻസർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലോഡ് ബാലൻസർ ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ ഔട്ട് ബൗണ്ട് നാറ്റ് ആണ് ഇതിൽ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്റർനെറ്റിലോട്ടുള്ള നോഡിന്റെ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഡ് ബാലൻസർ ഉള്ളത്. പക്ഷെ ഇപ്പം നമ്മളിപ്പം ആ കമാൻഡ് ടൈപ്പ് ചെയ്തപ്പം പുതിയൊരു പ്രൈവറ്റ് ലോഡ് ബാലൻസർ ഇവിടെ ക്രിയേറ്റ് ആയി. ആ ലോഡ് ബാലൻസറിന്റെ IP എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് AKS നോഡിന്റെ സബ്നെറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ വേറെ സബ്നെറ്റ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ സബ്നെറ്റിൽ നിന്നും IP കൊടുക്കുക. അതിനൊരു അനോട്ടേഷൻ ഉണ്ട്. നമുക്ക് ഇന്ന സബ്നെറ്റിൽ നിന്ന് IP എടുക്കണം എന്നും പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിന്റെ ഫ്രണ്ട് എൻഡ് IP നോക്കുകയാണെങ്കിൽ ഇതല്ല IP കിട്ടിയിട്ടില്ല കേട്ടോ, ചെക്ക് ചെയ്യണം എന്താണെന്നുള്ളത് കേട്ടോ. യെസ്, സോറി, ഇതാണ് IP അഡ്രസ് 192.168.0.222 എന്ന് പറയുന്ന പ്രൈവറ്റ് IP അഡ്രസ് ആണ് ലോഡ് ബാലൻസർ അസൈൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ വേറെ കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ടൈമിൽ നിന്ന് ഒരുപാട് കൂടുതൽ എടുത്തുകൊണ്ട് ഇൻഗ്രസും ആപ്ലിക്കേഷൻ ഗേറ്റ്വേ 2 കോൺസെപ്റ്റും ഉണ്ട്, സർവീസ് മെഷീന്റെ കോൺസെപ്റ്റ്സും ഉണ്ട്. അത് വേറൊരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു സിജോ. നമുക്ക് സെഷൻ പ്രതീക്ഷയുടെ അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ശരി. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ നമ്മൾ ക്ലസ്റ്റർ അലോക്കേറ്റ് ചെയ്യുമ്പം ഞങ്ങളുടെ കറണ്ട് പ്രൊജക്റ്റിൽ ഞങ്ങൾ ചെയ്യുന്നത് സബ്നെറ്റ് ഇന്റേണൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു ക്ലസ്റ്റർ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സബ്നെറ്റ് ഇന്റേണൽ വെച്ചിട്ട് ഒരു സെയിം ക്ലസ്റ്ററിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഇപ്പോഴത്തെ ക്ലസ്റ്റർ പ്രൊവിഷനിങ് ഒരു നെറ്റ്വർക്കിൽ മൾട്ടിപ്പിൾ സബ്നെറ്റിലാണോ അത് ഒരു സബ്നെറ്റിലാണോ കിടക്കുന്നത്? പോർട്ട് ഒരു വെർച്വലില് ഒറ്റ സബ്നെറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ. ഏത് ഇന്റേണൽ പബ്ലിക് ഇന്റേണൽ എന്ന് പറഞ്ഞൊരു സബ്നെറ്റിലാണ് നമ്മളിപ്പോൾ അലോക്കേറ്റ് ചെയ്യുന്നത് ക്ലസ്റ്റർ. ഓക്കെ ഓക്കെ. അതില് അഷൂറിന്റെ ക്ലസ്റ്റർ പ്ലഗിൻ ഏതാ യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് പ്ലഗിൻ ഏതാ യൂസ് ചെയ്യുന്നത്? ക്യൂബിനെറ്റ് ആണോ അതെ അഷൂർ CNA ആണോ? അഷൂർ CNA ആണ്. അഷൂർ CNA ആണ്. നിങ്ങൾക്ക് പുതിയ നോട്ട് പോൾസ് പുതിയൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് പുതിയ നോട്ട് പോൾസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇപ്പൊ വളരെ ഫ്ലെക്സിബിൾ ആണ്. മുമ്പ് ആ ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും പറ്റിയിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്യും. നമ്മൾ ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്യുമ്പം നമുക്ക് വേണ്ട ആപ്ലിക്കേഷന്റെയും അതുപോലെ തന്നെ നോട്ട്സിന്റെയും സർവീസസിന്റെയും IP മാത്രമാണ് ഇനീഷ്യലി നമ്മൾ തിങ്ക് ചെയ്യുള്ളൂ. പക്ഷെ എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിപ്ലിക്ക സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ റോളിംഗ് അപ്ഡേറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഈ പോഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയ പോഡ്സിനെ പുതിയ പോഡ് വന്നതിന് ശേഷമാണ് പഴയ പോഡിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ പുതിയ പോഡിന് വേണ്ട IP അഡ്രസ്സും കൂടി അവിടെ റിസർവ്ഡ് ആയിട്ട് ഉണ്ടാവും. എന്നാൽ മാത്രമാണ് പുതിയ പോഡിന് അപ്പായി വരാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മൾ ക്ലസ്റ്റർ അപ്ഗ്രേഡിന്റെ സമയത്ത് പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം IP ആവശ്യത്തിന് IP ഉണ്ടാവില്ല. അപ്പം പുതിയ നോട്ട് പൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു സബ്നെറ്റ് IP അഡ്രസ്സിന്റെ എക്സോർഷൻ കാണാറുണ്ട്. അപ്പോൾ ഇപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് പുതിയൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ സബ്നെറ്റിൽ പുതിയ നോട്ട് പൂൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പോർട്സിനെ ഡ്രെയിൻ ചെയ്ത് ആ സബ്നെറ്റിലോട്ട് പുതിയ നോട്ട് പൂളിലോട്ട് മാറ്റിയതിനു ശേഷം പഴയ നോട്ട് പൂളിനെ നമുക്ക് ഡീകമ്മീഷൻ ചെയ്ത് കളയാം. അങ്ങനെ IP എക്സോർഷൻ ഉള്ള കേസസ് ആണെങ്കിൽ. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്സിനെ എക്സ്പോസ് ചെയ്യുന്ന ഇൻഗ്രസ് കൺട്രോളർ, ലോഡ് ബാലൻസർ, ഇതൊക്കെ നിങ്ങൾക്ക് വേറെ സബ്നെറ്റിൽ മാറ്റാനായിട്ടും പറ്റും. ഇതെല്ലാം ഒരു സബ്നെറ്റിനുള്ളിൽ പ്ലേസ് ചെയ്യണമെന്നില്ല. അപ്പം മൾട്ടിപ്പിൾ സബ്നെറ്റിലോട്ട് അതിനെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ സബ്നെറ്റിലോട്ട് അതെങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? അത് നമുക്ക് ഇപ്പം ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്തപ്പം ഒരു അനോട്ടേഷൻ നമ്മൾ നോക്കിയിരുന്നില്ലേ ഇന്റേണൽ ലോഡ് ബാലൻസർ ആക്കാനായിട്ട്. ഇതുപോലെ തന്നെ അതിൽ തന്നെ ഒരു അനോട്ടേഷൻ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ആ അനോട്ടേഷൻ നമുക്ക് ഏത് സബ്നെറ്റിലോട്ടാണ് ഈ ലോഡ് ബാലൻസർ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സബ്നെറ്റിലോട്ട് ലോഡ് ബാലൻസർ ക്രിയേറ്റ്. ഈവൻ സർവീസ് ഞങ്ങൾ കറന്റ്ലി സബ്നെറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് 2 സബ്നെറ്റ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? 2 ഡിഫറെന്റ് സബ്നെറ്റ്. 2 സബ്നെറ്റ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്നെറ്റ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ നോഡ് കിടക്കുന്ന അതേ സബ്നെറ്റിൽ തന്നെ സർവീസിന്റെ ലോഡ് ബാലൻസർ പ്ലേസ് ചെയ്യുന്നുണ്ട്. വേറൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ സബ്നെറ്റിലോട്ട് ഈ ഒരു ലോഡ് ബാലൻസർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സെഷൻ കുറച്ച് ലെങ്ത് പോയി. ഹലോ, സോറി ടു ഇന്ററപ്റ്റ്. സിജോ, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് ഉണ്ണി ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസ് ദർ എനി വേ ടു വെരിഫൈ വെദർ ETCT ഈസ് എൻക്രിപ്റ്റഡ് ബൈ അഷ്യൂർ എന്ന് വെച്ചിട്ട്? ഇല്ല, ബൈ ഡിഫോൾട്ട് അഷ്യൂർ അത് എൻക്രിപ്റ്റ് ചെയ്യില്ല. അത് നമുക്ക് മാനുവലി എൻക്രിപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു മാനേജ്ഡ് ക്ലസ്റ്റർ ആയതുകൊണ്ട് അതിലോട്ട് നമുക്ക് ആക്സസ് ഒന്നും ഉണ്ടാവില്ല. ETCT ലെവലിലോട്ട് യാതൊരു ആക്സസും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ അറിവിൽ ഞാൻ മുമ്പ് ഒരു ആർട്ടിക്കിളിൽ എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ മാനുവലി എൻക്രിപ്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എനിക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പറയുന്നുണ്ട്. ഇപ്പൊ അത് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ഓൾറെഡി എൻക്രിപ്റ്റഡ് ആയിരിക്കാം. കുറച്ചുനാൾ മുമ്പാണ് ഞാൻ അത് വായിച്ചത്. പിന്നെ
യൂഷ്വലി ആ കേസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലെയിനെ പറ്റി നമ്മൾ ബോധേഡല്ല. ആകെ നമ്മൾ കൺട്രോൾ പ്ലെയിനിൽ സെക്യൂരിറ്റി കൊണ്ടുവരുന്നത് അതിലോട്ടുള്ള ആക്സസ് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. കൺട്രോൾ പ്ലെയിനിലോട്ട് വേറെ ഒരു തരത്തിലുള്ള ആക്സസും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, സിജു പറഞ്ഞില്ലായിരുന്നു നമുക്ക് പോഡ് 30 പോഡ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി റിസർവ് ചെയ്യുന്നു പറഞ്ഞല്ലേ. അപ്പം ഈ ക്ലസ്റ്ററിന് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇത് 30 അല്ലെങ്കിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് അതിൽ കിട്ടുന്ന നമ്പർ ഓഫ് അവൈലബിൾ IP അഡ്രസ് വെച്ചിട്ടാണ് ഈ ക്ലസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2 തരത്തിൽ തന്നെ കാണാം. ഒന്ന് ക്യൂബിനെറ്റിന്റെ കേസിൽ ഒരു നോഡിന് /24 കിട്ടുള്ളൂ. നമ്മുടെ പോഡിന്റെ IP അഡ്രസ് സ്പേസിൽ നിന്ന് ഒരു നോഡിന് /24 കിട്ടുള്ളൂ. അത് ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്, നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ മാക്സിമം നമുക്ക് 250 പോഡേ ഒരു നോഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ മാക്സിമം കിട്ടാവുന്ന IP അഡ്രസ് 250 ആണ് പോഡിന്. ഈ അഷൂർ CNI വരുമ്പോൾ നമ്മുടെ സബ്നെറ്റിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും നമുക്ക് എത്ര IP കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അഷൂർ ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഒരു ഓപ്ഷനും ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 30 പോർട്സ് ആണ് ഒരു നോഡിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാനായിട്ട് അവര് ഡിഫോൾട്ട് ആയിട്ട് കോൺഫിഗർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഡിപ്ലോയ്മെന്റിന്റെ സമയത്ത് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ 30 പോഡ് എന്നുള്ളത് പിന്നെ മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുതിയൊരു നോട്ട് പൂൾ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കണം. ഇതിന്റെ ഡിഫോൾട്ട് നമ്പർ ഓഫ് പോഡ് എന്നുള്ളത് 50, 60 അല്ലെങ്കിൽ 70 ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ല നമ്മളത് വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ഓപ്ഷൻസ് ഒന്നും ചെക്ക് ചെയ്യാതെ സിമ്പിൾ ഡിപ്ലോയ്മെന്റിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഡിപ്ലോയ് ചെയ്തോളൂ. നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് അടിച്ച ഡിപ്ലോയ്മെന്റ്സിൽ ഈ ഓപ്ഷൻസ് ഒന്നും എവിടെയും പറയില്ല. പോർട്സ് ഇത്ര ബൈ ഡിഫോൾട്ട് അത് 30 പോഡെന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. നമ്മളത് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടത്ര പോഡ് അതിലോട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് പോഡിൽ തന്നെ ഡിപ്ലോയ്മെന്റ് നടക്കും. അതുകൊണ്ടാണ് ഡിഫോൾട്ട് പോഡ് എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ ഏജന്റ് ഒരു പുതിയ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏജന്റ് പൂൾ എഡിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏജന്റ് പൂളിന്റെ കോൺഫിഗറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ക്ലസ്റ്റർ ഡിപ്ലോയ്മെന്റ് വിൻഡോ എടുത്ത് കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. മീൻമേൽ ഞാനത് ചെയ്തോണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു പുതിയ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോട്ട് പൂളിന്റെ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എത്ര പോർട്സ് ആണ് ഈ നോഡിൽ പ്ലേസ് ആവേണ്ടത്. ഓക്കെ, ഇത് ഒരു ക്യൂബിനെറ്റ് ക്ലസ്റ്റർ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ബേസിക് പ്ലഗിൻ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ബൈ ഡിഫോൾട്ട് ക്യൂബിനെറ്റ് ആണെങ്കിൽ നമുക്ക് 110 ആണ് അവർ പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട്. ഇതൊരു റെക്കമെൻഡഡ് നമ്പർ ഓഫ് പോർട്സ് ആണ് പറയുന്നത്. അപ്പൊ യൂഷ്വലി ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സെഷൻ അപ്ഡേറ്റ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കില്ല. ഇതിൻ്റെ ഉള്ള കോൺഫിഗറേഷൻസ് ഡിഫോൾട്ട് കോൺഫിഗറേഷനിൽ പോകുമ്പോൾ ഡിഫോൾട്ട് വാല്യൂ കിട്ടും. ഇതിപ്പോ ക്യൂബിനെറ്റ് ലെവലിലാണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ അഷൂർ CNI ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് 30 ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സബ്നെറ്റിൽ നിന്നാണ് IP എടുക്കുന്നത്. അപ്പൊ സബ്നെറ്റിൽ എത്ര IP ഉണ്ടെന്നുള്ളത് പ്രൊവിഷനിന്റെ സമയത്ത് അഷൂറിന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ കോഷ്യസ് ആയിട്ട് എത്ര IP ബാലൻസ് ഉണ്ട്, നമുക്ക് എത്ര IP ഇതിന് കൊടുക്കാം എന്ന് മനസ്സിലാക്കാം. ഇനി IP വളരെ കുറവുള്ള സ്ഥലത്താണെങ്കിൽ ക്യൂബിനെറ്റോ അല്ലെങ്കിൽ അഷൂർ CNI ഓവർലേ ക്ലസ്റ്ററോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിൽ IP അഡ്രസ് എക്സോഷൻ ഉണ്ട്, കിട്ടിയ സബ്നെറ്റ് /24 ആണെന്നുണ്ടെങ്കിൽ CNI ഒരിക്കലും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ടോട്ടൽ ആ ക്ലസ്റ്റർ റൺ ചെയ്യാൻ പറ്റുന്ന പോർട്സിന്റെ എണ്ണം 250 ആയിട്ട് ലിമിറ്റഡ് ആയിരിക്കും. അതിൽ തന്നെ നിങ്ങൾക്കറിയാം കൺട്രോൾ പ്ലെയിനും പോർട്സ് ആയിട്ട് റൺ ചെയ്യാം. അഷൂറിന്റെ ഓരോ ഇന്റഗ്രേഷൻസ് ചെയ്യുമ്പോഴും അതിന് തന്നെ 5, 3, 4 പോർട്സ് അതിൽ പ്രൊവിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സിസ്റ്റിംഗ് ഉള്ള ക്ലസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഞാനിപ്പം ഇതിൽ യാതൊരു തരത്തിലുള്ള ഇന്റഗ്രേഷൻസും ചെയ്തിട്ടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് മോണിറ്ററിംഗിന് ഇന്റഗ്രേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സീക്രട്സ് കീവോൾട്ട് ഇന്റഗ്രേഷൻസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇന്റഗ്രേഷൻസ് ഉണ്ട്. ആ ഇന്റഗ്രേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിൽ തന്നെ ഇത്രയും പോർട്സ് ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട്. ഇതിലൊരു 5 പോഡ്
നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. ഒരു 3 പോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ബാക്കിയെല്ലാം ഈ ക്ലസ്റ്ററിന്റെ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കൺട്രോൾ പ്ലെയിൻ പോഡ്സ് ആണ്. അപ്പം ഇപ്പൊ തന്നെ ഇതിൽ ഇത്ര IP അഡ്രസ് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആപ്ലിക്കേഷന്റെ എണ്ണവും അതിന്റെ സ്കെയിലബിലിറ്റിയും ഒക്കെ നോക്കിയിട്ട് IP അഡ്രസ്സിംഗ് എന്നുള്ളത് AKS ക്ലസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സിജോ, ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ API കണക്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, പ്രൈവറ്റ് എൻഡ് പോയിന്റ് വെച്ചിട്ട്. അപ്പൊ ആ ഒരു പോർഷനിൽ നമ്മളൊരു DNSന്റെ കാര്യം പറഞ്ഞില്ല. ആ പർട്ടിക്കുലർ DNS കസ്റ്റം മാനേജ്ഡ് ആണോ അത് അഷ്യൂർ മാനേജ്ഡ് തന്നെ ആയിരിക്കും? അത് അഷ്യൂർ മാനേജ്ഡ് ആണ്. അത് നമ്മളിപ്പോ ഒരു ഓപ്ഷനും കൊടുത്തില്ല എന്ന് വിചാരിച്ചു. നമ്മളത് പ്രൈവറ്റ് ക്ലസ്റ്റർ എനേബിൾ ചെയ്യാൻ ഒരു ചെക്ക് ബോക്സ് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രൈവറ്റ് എൻഡ് പോയിന്റും ഒരു പ്രൈവറ്റ് DNS സോണും ക്രിയേറ്റ് ആവും. നമ്മളൊന്നും ചെയ്യേണ്ട, അത് മാനുവലായിട്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും ക്ലസ്റ്റർ പ്രൊവിഷനിങ്ങിന്റെ ഭാഗമായിട്ട്. അത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിൽ നമുക്കും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഹലോ, ഈ ക്ലസ്റ്റർ നമ്മൾ AKS ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സെപ്പറേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടാവത്തില്ലേ? അതിനകത്ത് എന്തൊക്കെ റിസോഴ്സസ് ക്രിയേറ്റ് ആവുന്നത്? ഞാൻ ഒരു VNet ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട് അതിനകത്ത്? ഇല്ല, VNet അതിൽ ക്രിയേറ്റ് ആവില്ല. ബൈ ഡിഫോൾട്ട് അതിൽ വരുന്നത് ക്ലസ്റ്ററിന്റെ ഇൻഫ്രാ റിസോഴ്സസ് ആണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ റിസോഴ്സ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം DevOps M0 to Hero എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിസോഴ്സ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ എൻ്റെ ക്ലസ്റ്ററും എന്ന് വെച്ചാൽ കൺട്രോൾ പ്ലെയിനും പിന്നെ ഞാൻ VNet ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്തുകൊണ്ടാണ് ഇതിൽ വന്നത്. എനിക്ക് വേറെ VNetഉം ചൂസ് ചെയ്യാം. വേറെ റിസോഴ്സ് ഗ്രൂപ്പിൽ VNet കിടക്കുന്നത് പ്രിഫർ ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ അഷ്യൂറിൽ ഈ ഒരു ലോജിക്കൽ ഐസൊലേഷൻ ചെയ്യുമ്പോൾ, റിസോഴ്സ് ഗ്രൂപ്പിൽ ഐസൊലേഷൻ ചെയ്യുമ്പോൾ VNet എപ്പോഴും വേറൊരു റിസോഴ്സ് ഗ്രൂപ്പിലാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇത് എളുപ്പത്തിനായതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലസ്റ്ററിൽ തന്നെ ഈ ഒരു റിസോഴ്സ് ഗ്രൂപ്പിൽ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഓരോ ക്ലസ്റ്ററിനും അതിൻ്റെതായിട്ടുള്ള ഇൻഫ്രാ റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അഷ്യൂർ CNIയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സ് ഗ്രൂപ്പാണ് ഇത്. ക്യൂബിനെറ്റിന്റെ ആണ്. അപ്പം ക്യൂബിനെറ്റിന്റെ റിസോഴ്സ് ഗ്രൂപ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പബ്ലിക് IP അഡ്രസ് ഉണ്ട്, പിന്നെ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മുടെ VMSS വിർച്വൽ മെഷീൻസിന്റെ സ്കെയിൽ സെറ്റിന്റെ നെറ്റ്വർക്ക് ഇന്റർഫേസിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അവിടുത്തെ ഫിൽറ്ററിംഗ് നടത്താനായിട്ട് ട്രാഫിക്കിന്റെ ഒരു യൂസർ ഡിഫൈൻഡ് റൗട്ടിംഗ് ഉണ്ടാവും. നമുക്കൊരു മാനേജ്ഡ് ഐഡന്റിറ്റി ഉണ്ടാവും. ഈ മാനേജ് ഐഡന്റിറ്റിയുടെ പെർമിഷൻസ് വെച്ചുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഈ ലോഡ് ബാലൻസർ ഒക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു കുബർനെറ്റീസിന്റെ കൺട്രോൾ പ്ലെയിൻ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പബ്ലിക് IP ഉണ്ടാവും, ഒരു ലോഡ് ബാലൻസർ ഉണ്ടാവും ബൈ ഡിഫോൾട്ട്. ക്ലിയർ ആയോ? ഫോളോ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അല്ലേ? ഞാൻ ഇതിന് മുന്നേ ചെയ്തപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ക്ലസ്റ്റർ ബൈ ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ സെപ്പറേറ്റ് VNet ക്രിയേറ്റ് ആയിട്ട് ഓർക്കുന്നുണ്ട്. അത് ഞാൻ ചോദിച്ചത്. അത് നമ്മൾ ഡിഫോൾട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും ഒരു ക്ലസ്റ്റർ ക്രിയേഷൻ ഓപ്ഷനിൽ എടുത്തു. ഞാൻ പുതിയൊരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ. ഈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇവിടെ നെറ്റ്വർക്കിങ്ങിൽ വരുമ്പോൾ നമുക്കിവിടെ ക്യൂബിനെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ ചെക്ക് ബോക്സ് കാണാം, ബ്രിങ് യുവർ ഓൺ നെറ്റ്വർക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി പ്രൊവിഷൻഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലോട്ട് ഈ ഒരു ക്ലസ്റ്ററിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വിർച്വൽ നെറ്റ്വർക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷെ നമ്മൾ ഈ ഓപ്ഷൻസ് ഒന്നും ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് കുബർനെറ്റീസ് തന്നെ ഒരു നെറ്റ്വർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഓട്ടോമാറ്റഡ് ക്രിയേറ്റ് ആവുന്ന നെറ്റ്വർക്ക്. ഈ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കുബർനെറ്റീസിന്റെ തന്നെ എഞ്ചിൻ നമുക്ക് VNet ബൈ ഡിഫോൾട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യും. ഷിജു ബ്രോ, അപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇപ്പം നമ്മളൊരു എക്സിസ്റ്റിംഗ് VNet നമ്മൾ പ്രൈവറ്റിന്റെ നമ്മൾ ചൂസ് ചെയ്തു. സോ നമ്മൾ കണ്ടിന്യൂ ആയി. സോ അത് ക്ലസ്റ്റർ ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് അഡീഷണൽ ഒരു സബ്നെറ്റ് കൂടെ ആഡ് ചെയ്യാൻ, നോട്ട് കൂടെ ആഡ് ചെയ്യാതെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അത് അങ്ങനെ
നമുക്ക് ക്യൂബ്നെറ്റിന്റെ കേസിൽ ഓക്കെ ക്യൂബിനെറ്റിന്റെ ഓക്കെ ക്യൂബിനെറ്റിന്റെ കേസിൽ നമുക്ക് പുതിയ നമ്മുടെ ക്യൂബിനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന വിർച്വൽ നെറ്റ്വർക്ക് ഏതാണെന്ന് നോക്കണം. ഓക്കെ, എനിക്കിപ്പം നെറ്റ്വർക്കിന് ഞാൻ പേര് കൊടുത്തിട്ടെന്ന് തോന്നുന്നു. ഇവിടെ ക്യൂബിനെറ്റിന്റെ നമ്മളൊരു അഡീഷണൽ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം. AKS സർവീസ് ഓക്കെ, ഇതിനുള്ള അടുത്തൊരു IP അഡ്രസ് റേഞ്ച് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇന്റർണൽ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് നോട്ടേഷൻ ഉണ്ട്. പ്രൈവറ്റ് specify a different subnet. For example, നമ്മൾ ആ സബ്നെറ്റിന്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത അതേ കോൺഫിഗറേഷൻ എടുത്തു, അതിൽ ഈ അഡീഷണൽ ആയിട്ട് ഒരു അനോട്ടേഷൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിൽ നമ്മുടെ രണ്ട് സബ്നെറ്റ് ഇവിടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് സബ്നെറ്റ് രണ്ട് സബ്നെറ്റ് പറ്റൂല. അറ്റ് എ ടൈം ഒരു സബ്നെറ്റിൽ നിന്നാണ് ഇതിന് IP കിട്ടുള്ളൂ. രണ്ടും ഒരുമിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ആണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സബ്നെറ്റിൽ നിന്നാണ് ഇത് IP എടുക്കുന്നത്. രണ്ട് സബ്നെറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏതിന് IP എടുക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരില്ല അവിടെ. എക്സിസ്റ്റിംഗ് സബ്നെറ്റിൽ എക്സോസ്റ്റ് ആയി IP അവൈലബിൾ അല്ല, അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ അതെ യൂസ് ചെയ്യും. ഈ അനോട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോഡ് ബാലൻസറിന് കിട്ടുന്ന IP ഈ ഒരു സബ്നെറ്റിൽ നിന്നായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതെ അതെ, ആ സിജോ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ ലിങ്കും കൂടെ ഒന്ന് ഇട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പം സെർച്ച് ചെയ്ത ലിങ്ക് ഇതാണോ? ആ അതെ അതെ. ഓക്കെ, ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ റാപ്പപ്പ് ചെയ്യാൻ വേറെ ഡൗട്ട് ആർക്കിട്ടെന്ന് വിചാരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ അഷ്യൂറിന്റെ നെറ്റ്വർക്കിനെ പറ്റി ഡീറ്റെയിൽ എടുത്ത് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള സെഷനുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത മാസം കൂടിച്ചേരുന്നതാണ്. താങ്ക് യു. ഇതിനൊരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാനൊരു ഫീഡ്ബാക്ക് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് ലിങ്ക് ആണ്. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്ത് കാണിക്കാം അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത്. ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് കൊടുക്കാം. ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇത് അൺചെക്ക് ചെയ്യാം. ഇമെയിൽ അഡ്രസ് ഇപ്പം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫേസിൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ സെഷന്റെ ബേസിക് ഇൻഫർമേഷൻ, ഇതൊക്കെ ഓപ്ഷണലി ഇൻഫർമേഷൻസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. ബേസിക്കലി ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് സെഷൻ